എനിക്ക് തോന്നുന്നു നമുക്കൊരു മൂന്ന് ക്ലാസ് ചിലപ്പോൾ വേണ്ടി 3-4 ക്ലാസ് വേണ്ടി വരുമായിരിക്കും. എന്നാലും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പ്രൊട്ടസ്റ്റന്റ് മിഷന്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി കത്തോലിക്കർ ഇവിടെ വന്നു, അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്തീയ സഭകളെ കത്തോലിക്ക സഭയുമായി കൂട്ടിക്കെട്ടാൻ ശ്രമം നടത്തി. അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അത് മാത്രമല്ല, പോർച്ചുഗീസുകാർ മിഷനുമാരായിട്ട് കുറെ പേര്, അല്ലെങ്കിൽ കത്തോലിക്ക സഭ മിഷനുമാരായിട്ട് കുറെ പേര് വന്നു, അവരുടെ പ്രവർത്തനം നടത്തി. അതെല്ലാം നമ്മൾ വായിച്ചതാണ്. അങ്ങനെ തമിഴിൽ വന്ന് മഹാകാവ്യം എഴുതിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ പ്രൊട്ടസ്റ്റന്റ് മിഷനുമാർ എന്ന് പറയുമ്പോൾ യൂറോപ്പിലുണ്ടായ നവീകരണത്തിന്റെ ഫലമായി 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഉണ്ടായ നവീകരണ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം മാർട്ടിൻ ലൂതറിന്റെ വരവോടുകൂടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ പ്രജിത് പാസ്റ്ററെ? ഓക്കെ, താങ്ക് യു. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ 1517 മാർട്ടിൻ ലൂതർ രംഗത്ത് വരുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഉണ്ടായ നവീകരണത്തിന്റെ ഫലമായി പ്രൊട്ടസ്റ്റന്റുകൾ വിഭാഗങ്ങൾ നിലവിൽ വന്നു. എന്നാൽ 18-ാം നൂറ്റാണ്ട് വരെ അവർ കാര്യമായ ഒരു സുവിശേഷ യത്നങ്ങളിലൊന്നും ഏർപ്പെട്ടില്ല. കത്തോലിക്ക സഭയിൽ ഒരു പിളർപ്പുണ്ടായി, പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ഉണ്ടെന്നുള്ളതല്ലാതെ ഈ കത്തോലിക്കരെ മിഷന്റെ പ്രവർത്തനം തുടങ്ങിയത് കത്തോലിക്ക സഭ വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. കത്തോലിക്ക സഭയിലേക്ക് നമ്മൾ കൗൺസിൽ ഓഫ് ട്രെൻഡ് അല്ലെങ്കിൽ ജെസ്യൂട്ട് മിഷന്റെ പ്രവർത്തനങ്ങളെല്ലാം കത്തോലിക്ക സഭ വിട്ടുപോയവരെ കത്തോലിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിരുന്നു. എന്നാൽ അത് പിന്നീട് ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർ വന്ന നോത്ത് ഇവിടേക്ക് മിഷന്റെമാർ വരുവേണ്ടയായി. എന്നാൽ പ്രൊട്ടസ്റ്റന്റുകാർ അങ്ങനെ വലിയ മിഷന്റെ പ്രവർത്തനമൊന്നും നടത്തിയില്ല. എന്നാൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വന്നപ്പോഴേക്കും ക്രൈസ്തവരല്ലാത്തവരുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം നടത്തണമെന്നുള്ള ഒരു ചിന്ത ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ടു തുടങ്ങി. അങ്ങനെ അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും, ഈ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി എന്നൊക്കെ പറയുന്ന ആളുകളുടെ നേതൃത്വത്തിൽ യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടായ ഒരു വലിയ റിവൈവലാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭയങ്കര റിവൈവൽ ഉണ്ടായി. അങ്ങനെ ആ റിവൈവൽ ഉണ്ടായതിന്റെ ഫലമായിട്ട് ഇംഗ്ലണ്ടിൽ, യൂറോപ്പിൽ ഭയങ്കര ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകുകയും അവരങ്ങനെ മിഷണറി സൊസൈറ്റീസ് ഉണ്ടാക്കി. അങ്ങനെ 1698 ഉണ്ടാക്കി. 1698 ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ടതാണ് SPCK. SPCK എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ നോളജ്. അതായത് ക്രിസ്തീയ ആശയങ്ങൾ വളർത്തുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സൊസൈറ്റി എന്നാണ് SPCK. നിങ്ങൾക്കറിയായിരിക്കും, ഇന്ത്യയിലും SPCK പബ്ലിഷ് ചെയ്ത ഒത്തിരിയും പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പുസ്തകം വായിക്കുമ്പോൾ പബ്ലിഷറുടെ പേര് നോക്കുമ്പോൾ SPCK എന്ന് കണ്ടിട്ടുണ്ട്. അതിന് തന്നെ ഇന്ത്യൻ വെർഷൻ ഉണ്ട്, ISPCK. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന കുറെ ക്രിസ്തീയ പുസ്തകങ്ങളുടെ പബ്ലിഷറുടെ പേരിന്റെ സ്ഥാനത്ത് എന്ത് കണ്ടിട്ടുണ്ട്? ISPCK എന്ന് കണ്ടിട്ടുണ്ടോ? ആരും മിണ്ടുന്നില്ല. നല്ല കാര്യം. ഓക്കെ, അങ്ങനെ രൂപം കൊണ്ടു. അതുകൂടാതെ 1701 SPG, സൊസൈറ്റി ഫോർ ദ പ്രോളിഫറേഷൻ ഓഫ് ഗോസ്പൽ, അതായത് സുവിശേഷത്തിന്റെ വ്യാപനത്തിനായി സ്ഥാപിക്കേണ്ട സമൂഹം എന്ന് പറഞ്ഞ് SPG എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ടായി. പിന്നെ ജർമ്മനിയിൽ 17-ാം നൂറ്റാണ്ട് അവസാനമായപ്പോഴേക്കും പയറ്റിസം, അതായത് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ ഈ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് ഫലമായിട്ട് കേരളത്തിലും ഒരു സത്യവും പത്യവും ഒക്കെ ഉണ്ടായത് കേട്ടിട്ടില്ലേ? സത്യവും പത്യവും, പത്യക്കാരെന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സക്കറിയ തോമസ് സാറേ, ഹലോ. സക്കറിയ തോമസ് അത് നമ്മുടെ സ്റ്റുഡന്റ് ആണോ ടീച്ചറാണ്? ടീച്ചർ അല്ലയോ സക്കറിയ തോമസ്? സ്റ്റുഡന്റാ സാറേ. പ്രൈസ് ലോർഡ്. ഓക്കെ, പ്രൈസ് ലോർഡ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി ടീച്ചറാണോ. ഓക്കെ, ജർമ്മനിയിൽ രൂപം കൊണ്ട പൈറ്റിസം, അത് പൊതുവെ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിൽ ഉണ്ടായ ഈ നമ്മുടെ ഇവാഞ്ചലിക്ക, നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പണ്ട് ഈ വെറ്റല ചവയ്ക്കരുത്, വെട്ടുവിൻ, വെറ്റക്കുടികളെ, അരീവൻ, അടയ്ക്കാമരം ഉണ്ടായതുകൊണ്ട് ആൾക്കാര് പാക്ക് തിന്നുന്നത്, വെറ്റക്കൊടി വളർത്തുന്നുണ്ട് ആൾക്കാർ വെറ്റല തിന്നുന്നത്, അത് അങ്ങനെ ഒരു മൂവ്മെന്റ് ഇന്ത്യയിലും ഉണ്ടായി, കേരളത്തിലുണ്ടായി. അങ്ങനെ വിശുദ്ധിക്ക്, പൈറ്റിസം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഭക്തിക്കും വിശുദ്ധിക്കും ഒക്കെ മുൻതൂക്കം കൊടുക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ
ഇന്ത്യയിലും ഉണ്ടായി, അത് അവരുടെ കാലത്ത് യൂറോപ്പിലും ഉണ്ടായി. ഇന്ത്യയിൽ മേധാവിത്വം ഉറപ്പിച്ച കോളനി വാഴ്ച ആരംഭിച്ചും പ്രൊട്ടസ്റ്റന്റ് മിഷന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് പ്രചോദനം കൊടുക്കും. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരാണ് കോളനിവൽക്കരിക്കപ്പെട്ടത്. പക്ഷെ അങ്ങനെ കോളനിവൽക്കരിക്കപ്പെട്ടെങ്കിലും ഇന്ത്യയിലേക്ക് മിഷനറിമാർ വരുവാൻ ഇവിടുത്തെ അതായത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് മിഷനറിമാർ വരാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം മിഷനറിമാർ വന്നാൽ ഇവിടുത്തെ ആളുകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാവും, സുവിശേഷം കേട്ടവർ രക്ഷിക്കപ്പെടും, അപ്പം അവരുടെ ബിസിനസ് ഇവിടെ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലേക്ക് മിഷനറിമാർ വരുന്നതിന് സത്യത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടഞ്ഞു. എന്നാൽ മിഷനറിമാരിങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുമ്പോൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തീർച്ചയായും ഇതാണ് ഇന്ത്യയിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിനുള്ള നല്ല അവസരം എന്ന് അറിഞ്ഞിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അതിനുവേണ്ടി നിയമങ്ങൾ നടപ്പിലാക്കുവാൻ അവര് ബ്രിട്ടീഷ് പാർലമെന്റിൽ ലോ എനാക്ട്മെന്റിന് അല്ലെങ്കിൽ അതിനുവേണ്ടി ബിൽസ് അവതരിപ്പിച്ചു. അങ്ങനെ ഓരോ 30 വർഷത്തും കൂടി ഇരിക്കുമ്പോഴാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. അവസാനം ബില്ല് അവതരിപ്പിച്ചു. അങ്ങനെ പലപ്പോഴും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സ്വാധീനം കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ മത സംവിധാനങ്ങളെ സ്പർശിച്ചാൽ, ഇവിടുത്തെ മത വ്യവസ്ഥിതികളെ സ്പർശിച്ചാൽ ഇവിടെ ബിസിനസ് നടക്കത്തിലുകൊണ്ട് മതങ്ങളെ തുടരെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തടയുകയായിരുന്നു. എന്നാൽ ഏതാണ്ട് 799 ആയപ്പോഴേക്കും 799 മറ്റോ ആണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവസാനം ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിലേക്ക് മിഷനറിമാരെ അയക്കുന്നതിനുള്ള ബില്ല് പാസ്സാക്കി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട്. അതിന് പ്രധാനമായ കാരണം 750 മുതലുള്ള കാലത്ത് ഈ ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി മുതലായ ആളുകളുടെ സുവിശേഷ പ്രവർത്തനവും യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടായ റിവൈവലുമായിരുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാരും വരാൻ തുടങ്ങി. അങ്ങനെ വന്ന പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാരിൽ ഇന്ത്യയിലേക്ക് മിഷനറി ആദ്യം ഡെൻമാർക്കിന്റെ ചാപ്ലിൻ തന്റെ സുഹൃത്ത് മുഖാന്തരം എച്ച് ഫ്രാങ്കോയുടെ കീഴിൽ ഹാലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ബെർത്തലോമായി സീഗൻബർഗ്, ഹെൻറി പ്ലെച്ചോ എന്നീ ദൈവദാസന്മാരെ കണ്ടുപിടിച്ച് അവരെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഡെൻമാർക്കിന്റെ ചാപ്ലൈൻ ആയിരുന്ന, ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ ഡച്ചുകാരാണെന്ന് നമുക്കറിയാലോ. കേരളത്തിൽ ഡച്ചുകാർക്കും ചെറിയ കോളനിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഡച്ചുകാരാവുന്ന പോർച്ചുഗീസുകാരേക്കാൾ മുൻപേ. പക്ഷേ മാർത്താണ്ഡവർമ്മ ഡച്ച് പട്ടാളത്തെ എവിടെ തോൽപ്പിച്ചു? കുളച്ചൽ യുദ്ധത്തിൽ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1741 കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് ഡച്ചുകാരെ തോൽപ്പിച്ച നിമിത്തമാണ് ഡച്ചുകാരിവിടെ ക്ലച്ച് പിടിക്കാതെ പോയി, ഇംഗ്ലീഷുകാർ ക്ലച്ച് പിടിച്ചു. എങ്കിലും ഡച്ചുകാരുടെ ചാപ്ലൈൻ ആയിരുന്ന എച്ച് ഫ്രാങ്കോ, അയാൾ ഹാണി യൂണിവേഴ്സിറ്റിയുടെ കൂടെ അയാൾ പഠിച്ചുകൊണ്ടിരുന്ന 2 പേര്, ബെർത്തലോമായി സീഗൻബർഗ്, പ്രസിദ്ധരാണ് അവരെ ട്രങ്കോബാർ മിഷൻ എന്ന് അറിയപ്പെടുന്നത്. ബെർത്തലോമായി സീഗൻബർഗ്, ഹെൻറി പ്ലേച്ചോ എന്ന് പറയുന്ന 2 ദൈവദാസന്മാരെ കണ്ടുപിടിച്ച് അവർ ഇന്ത്യയിലേക്ക് അയച്ചു. അങ്ങനെ അവർ രാജകീയ മിഷനറിമാരായി 1706 ജൂലൈ മാസം 9 തെക്കേ ഇന്ത്യയിലെ ട്രങ്കോബാർ, തമിഴ്നാടിന്റെ ഭാഗമായ ട്രങ്കോബാറിന്റെ അവർ തീരത്ത് വന്ന് ബോട്ട് ലഭിക്കാതെ 3 ദിവസം കഴിയുകയും ആരും സ്വീകരിക്കാനില്ലാതിരുന്നതിനാൽ വൈകിട്ട് 4 മണി വരെ ചന്തസ്ഥലത്ത് ചെലവഴിക്കുകയും ചെയ്യേണ്ടി വന്നു. കാരണം ബ്രിട്ടീഷുകാരാ ഭരിക്കുന്നത്, ഡച്ചുകാരാ വന്നത്. അപ്പൊ അവർക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അവരോട് സഹതാപം തോന്നിയ ആരോ ഒരാൾ, ഈ 2 വെള്ളക്കാർ ഇവിടെ ഇരിക്കുന്ന കണ്ട് കപ്പലിൽ വന്ന ബോട്ടിൽ തന്നെ ഇരിക്കുക, അവരോട് സഹതാപം തോന്നിയിട്ട് അവരെ ഭവനത്തിൽ സ്വീകരിച്ചു. ബ്രിട്ടീഷുകാർ വ്യാപാര ലക്ഷ്യം, ഇതാ ഞാൻ പറഞ്ഞത്, ബ്രിട്ടീഷുകാർ വ്യാപാര ലക്ഷ്യം മുൻനിർത്തി മിഷനറി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരുന്നതാണ്. ഡെൻമാർക്ക് രാജാവ് അയച്ചിട്ട് പോലും ഇത്തരത്തിൽ, ഡെൻമാർക്കിലെ രാജാവ് അയച്ചിട്ട് പോലും രാജകീയ പ്രൗഢിയോടെ വന്ന ഈ മിഷനറിമാരെ സ്വീകരിക്കുവാൻ ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ കാലത്ത് അവർ തയ്യാറായില്ല. യൂറോപ്യൻ വ്യാപാര മേഖലയിൽ പ്രധാനമായി ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന നിലയിൽ പോർച്ചുഗീസും നാട്ടുഭാഷ എന്നതിൽ തമിഴും അവർ പഠിക്കുന്നതിന് ആരംഭിച്ചു. ഇങ്ങനെ വന്ന ഈ മിഷനറിമാര് തമിഴ് പാട്ട് പഠിച്ചു. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ഭാഷയും പഠിച്ചു. പല പുസ്തകങ്ങളും ട്രാക്റ്റുകളും പുതിയ നിയമവും തമിഴിലേക്ക് വിവർത്തനം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഈ ട്രങ്കോബാർ മിഷൻ, അത് പ്രസിദ്ധമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ട്രങ്കോബാർ മിഷൻ എന്ന് ചെറിഞ്ഞ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ഹോൾ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ ട്രങ്കോൾ മിഷന് വേണ്ടി വന്ന ഈ 2 പേര് തമിഴ് ഭാഷ പഠിച്ചു. അതുപോലെ തന്നെ ട്രാക്റ്റുകള്, പുസ്തകങ്ങളൊക്കെ തമിഴ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. 1707 ഓഗസ്റ്റിൽ ഒരു ചെറിയ സഭാമന്ദിരം പണിയുകയും അടുത്ത മാസം തന്നെ 9 പേരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. ജർമ്മൻ പട്ടാളക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും പ്രവർത്തിച്ചു. കൂടാതെ അനാഥ കുട്ടികളെ ദത്തെടുക്കുകയും പുതിയ സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. സീഗൻബർഗ് ഹിന്ദുക്കളെ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് സീഗൻബർഗ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹിന്ദുക്കളുമായി മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു.
ഇത് സുപ്രധാന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് കാരണമായി. 1715 ഹെൻറി പ്ലാച്ചോ, ഈ ടങ്കോബാർ മിഷനിൽ വന്ന സിഗൻബാൽഗിന്റെ കൂടെ വന്ന പ്ലാച്ചോ എന്ന് പറയുന്ന ആൾ ഡെൻമാർക്കിലേക്ക് മടങ്ങിപ്പോയി. 1712 SPCK മുഖാന്തരം ഒരു അച്ചടിശാല കിട്ടുകയും വർഷം തോറും $2000 വീതം ഗ്രാൻഡായി നൽകുന്നതിന് ഡാനിഷ് രാജാവ് ക്രമീകരണം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഡാനിഷ് രാജാവ് എന്ത് ചെയ്തു? ഡെൻമാർക്കിലെ രാജാവ് ഇവർക്ക് വേണ്ടി മിഷനറിമാർക്ക് ഒരു അച്ചടിശാല, കാരണം ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന തമിഴ് പുസ്തകങ്ങളൊക്കെ ഈ വിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോപ്പി ഉണ്ടാക്കണമെങ്കിൽ അതിന് പ്രസ് വേണം. അതിനുവേണ്ടി അച്ചടിശാല അദ്ദേഹം സ്ഥാപിക്കാൻ അനുവാദം കൊടുത്തു. അതിനാവശ്യമായ ക്രമീകരണം ചെയ്തു. ഡെൻമാർക്കിലെ രാജാവ്, അയാൾ സമ്മതിക്കണം, അയാൾ വർഷം തോറും $2000 എന്ത് ചെയ്തു? ഗ്രാൻഡായി നൽകി. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് മിഷൻ ബോർഡ് സഹായിക്കുന്നതിനെ പറ്റി മിഷൻ ബോർഡ് സെക്രട്ടറിയുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പിന്നീട് ഈ ഗ്രാൻഡ് നിർത്തലാക്കി. ഈ $2000 പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ അത് വേണ്ടത്ര രീതിയിൽ എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിനകത്ത് ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടായി. അങ്ങനെ ഈ $2000 വെച്ച് കൊടുക്കുന്നത്, നിങ്ങൾ ആലോചിക്കണം, 1711 $2000 വെച്ച് കൊടുക്കുന്നത് നിർത്തൽ ചെയ്തു. 1719 36-ാമത്തെ വയസ്സിൽ സീഗൻബർഗ് ഇഹലോകവാസം വിടിഞ്ഞു. ഇതര മിഷനറിമാരെ അപേക്ഷിച്ച് പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാരുടെ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. ഒന്നാമതായി എടുത്തു പറയേണ്ടത് വേദപുസ്തക പരിഭാഷയ്ക്ക് വേണ്ടിയുള്ള അവരുടെ യത്നങ്ങളാണ്. അവർ വേദപുസ്തകം തമിഴ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. തന്റെ മരണത്തിന് മുമ്പായി, ശ്രദ്ധിക്കണം, സീഗൻബാൽഗ് ട്രങ്കോബാർ മിഷൻ പ്രസിദ്ധമാണ്, ഞാൻ പറഞ്ഞല്ലോ. 36-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ഇവിടെ വേണ്ട മെഡിക്കൽ സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം രോഗമായോ മറ്റോ എയർലി സ്റ്റേജ് മരിച്ചാണ്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് പുതിയ നിയമം മുഴുവനുമായും പഴയ നിയമത്തിൽ റൂത്ത് വരെയുള്ള പുസ്തകങ്ങൾ നമുക്കൊരാവർത്തി പുസ്തകം മൊത്തം വായിച്ചു തീർക്കാൻ പോലും നമ്മൾ പാടുവിടുക. പക്ഷേ അദ്ദേഹം ഇവിടെ ആയിരുന്ന കാലത്ത് സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഇന്നും ഈ തരം ട്രാൻസ്ലേഷൻ മിനിസ്ട്രി നടക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങളൊക്കെ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയിൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേഷൻ ഒരു ഭയങ്കര വിഷയമാണ്. കാരണം ഇന്നും ഇന്ത്യയിൽ അവരുടെ ഭാഷയെ വേദപുസ്തകം എത്താത്ത 100 കണക്കിന് നാട്ടുഭാഷകളുണ്ട്, 100 കണക്കിന് ഈ ആദിവാസി ഭാഷകളുണ്ട്. അപ്പൊ അവരോടൊക്കെ സുവിശേഷം അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ വേദപുസ്തകം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ അന്ന് മിഷനറിമാർ വന്നപ്പോൾ തമിഴ് ഭാഷയിലേക്കൊക്കെ വേദപുസ്തകം തർജ്ജമ ചെയ്തു. ഈ മനുഷ്യൻ സീഗംബാൾ ടങ്കോബാർ മിഷനിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു സുവിശേഷ മിഷനറി ആയിരുന്നു. അയാൾ പുതിയ നിയമം മുഴുവൻ എന്ത് ചെയ്തു? തമിഴ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പഴയ നിയമത്തിൽ റൂത്തിന്റെ പുസ്തകം വരെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? തമിഴിലേക്ക്. നിങ്ങൾ ആലോചിക്കണം, ഒരു ഭാഷ പഠിച്ചിട്ട് ആ ഭാഷ വിദേശത്ത് ഒരു മിഷന്റെ വന്നിട്ട് നമ്മൾ ഇച്ചിരി ഗ്രീക്കോ വേണ്ട, ഇച്ചിരി ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ ഇപ്പോഴും പാടുപെടുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, വിദേശത്ത് വന്ന പുള്ളികൾ ഇവിടുത്തെ പ്രാദേശിക ഭാഷ പഠിച്ചിട്ട് ആ ഭാഷയിലേക്ക് വേദപുസ്തകം തർജ്ജമ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഉത്തമമായ ഒരു സുവിശേഷ പ്രവർത്തനമാണ്. അടുത്തതായ ഒരു മിഷനറി താൻ പ്രവർത്തിക്കുന്നിടത്തുള്ള ആളുകളുടെ മനസ്സും കാഴ്ചപ്പാടും വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഒരു മിഷനറിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ ആളുകളുടെ മനസ്സറിയണം, അവരുടെ കാഴ്ചപ്പാട് അറിയണം. അതിനാൽ ആളുകളുടെ സ്വഭാവം, ജീവിതരീതി, വിശ്വാസം, ആചാരം എന്നിവയെല്ലാം അതിസൂക്ഷ്മമായി പഠിക്കുകയും മറ്റു മിഷനറിമാരുടെ അറിവിലേക്കായി മലബാറിലെ ദൈവങ്ങളുടെ വംശാവലി, ദ ജീനോളജി ഓഫ് മലബാറിയൻ ഗോഡ്സ് എന്നൊരു പുസ്തകം എഴുതുകയും ചെയ്തു. അപ്പൊ ഈ സീഗൻബാൽഗിനെ സംബന്ധിച്ചോളം അയാൾ അവിടെ നിന്ന് വർക്കുമ്പോൾ കേരളം എന്ന തമിഴ്നാടിന്റെ ഭാഗം എന്ന നിലയിലാണ് കാണപ്പെടുന്നത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ. അപ്പൊ എന്ത് പറ്റി? അങ്ങനെയാണല്ലോ മുല്ലപ്പെരിയാറൊക്കെ കരാർ വന്നു പോയത്. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ഈ പ്രവർത്തിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ദൈവങ്ങളെ പറ്റിയും ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസത്തെ പറ്റിയും ഇവരോട് എങ്ങനെ സംസാരിക്കണം, ഇവരുടെയുള്ള തന്റെ പ്രവർത്തന ഫലമായി തനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം അദ്ദേഹം പുസ്തകരൂപത്തിലാക്കി വെച്ചു. അതെന്ത് പറ്റി? പിന്നീട് വന്ന മിഷനറിമാർക്ക് ഇവിടെയുള്ള മതങ്ങളെ കുറിച്ച് അറിയാനും ഇവിടെയുള്ള ആളുകൾ എങ്ങനെ സുവിശേഷ പ്രവർത്തനം നടത്തണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് ഒരു ഗൈഡ് ലൈൻ ആയിരുന്നു. താൻ ഇതിന്റെ കൈയെഴുത്ത് പ്രതി യൂറോപ്പിലേക്ക് അച്ചടിക്കുന്നതിന് അയച്ചപ്പോൾ കിട്ടിയ പ്രതികരണം, നിങ്ങളെ അയച്ചിരിക്കുന്നത് ജാതികളോട് സുവിശേഷം പറയുന്നതിനാണ്, അവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുവാനുള്ള എന്നതായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശ്വാസം എന്ന് ഈ പുള്ളി കയ്യെഴുത്ത് പ്രതി എഴുതി യൂറോപ്പിലേക്ക് അയച്ചിട്ട് പറഞ്ഞ് ഇത് പുസ്തകമാക്കാൻ. അപ്പൊ അദ്ദേഹത്തിന് മറുപടി കിട്ടിയത് അത് പുസ്തകമാക്കി ആ അന്ധവിശ്വാസം എല്ലാം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് സുവിശേഷം അറിയിക്കാനാണ് നിങ്ങളെ അയച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഇതുകൂടാതെ താൻ ഇന്ത്യയിൽ വന്നതിന്റെ ഉദ്ദേശം യൂറോപ്യൻ സഭ ഇന്ത്യയിൽ സ്ഥാപിക്കുകയല്ല, മറിച്ച് ഇന്ത്യൻ സഭയെ വളർത്തിയെടുക്കുവാനാണ് എന്ന അവബോധം തന്നിൽ ഉണ്ടായിരുന്നു. സീഗൻബാൽഗ് ഇന്ത്യയിലേക്ക് വന്നത്, ഇന്ത്യയിൽ ഓൾറെഡി ക്രിസ്ത്യാനികളുണ്ട്,
കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ട്. ഇവിടെയുള്ള സഭകളുടെ വളർച്ചയാണ് അന്ന് തനിക്ക് കൃത്യമായി അറിയില്ല. അല്ലാതെ യൂറോപ്യൻ സഭ ഇന്ത്യയിൽ വളർത്തുകയല്ല എന്നുള്ളതായിരുന്നു തൻ്റെ ബോധ്യം. ഇന്ത്യയിലെ സഭ വിദൂരമായുള്ള പാശ്ചാത്യ സഭയെ ആശ്രിതരായി കഴിയാതെ, അതായത് ഇന്ത്യയിലെ സഭ വിദേശ സഭകളെ ആശ്രയിക്കാതെ അവരുടെ നന്മ കൊണ്ടും അവരുടെ വരുമാനം കൊണ്ടും അവരുടെ സപ്പോർട്ട് കൊണ്ടും വളരുകയല്ലാതെ ഇവിടെയുള്ള സഭ ഇവിടെ നിന്ന് തന്നെ പണം കണ്ടെത്തി ഇവിടെ തന്നെ ശുശ്രൂഷകൾ നടത്തണം, ഇവിടെ തന്നെ സ്വന്തമായ കാര്യങ്ങൾ നിർവഹിക്കണം എന്നൊരു കാഴ്ചപ്പാടായിരുന്നു സീഗൻ ബാൽഗനുണ്ടായിരുന്നത്. ഇന്ത്യയിലെ സഭ വിദൂരമായുള്ള പാശ്ചാത്യ സഭയുടെ ആശ്രിതമായി കഴിയാതെ ശുശ്രൂഷയിൽ സ്വയത്രാണത വരിക്കണം. മിഷനിലെ ഏതെങ്കിലും ഒരു അംഗത്തെ തന്നെ, അതുപോലെ തന്നെ അങ്ങനെ സ്വന്തം സ്വയസന്ധാരണ സഭകളാകണം. അങ്ങനെ ഇവിടെയുള്ള ആളുകളെ ഓർഡൈൻ ചെയ്ത് പാസ്റ്റർമാരാക്കി അധികാരം കൂടി നൽകണം എന്ന് താൻ മനസ്സിലാക്കി. ഇന്ത്യൻ സഭയെക്കുറിച്ച് ആഴമായ ദർശനമുള്ള ഒരാളായിരുന്നു സി.എൻ. ബാൽഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ മരണശേഷം ഷൂട്ട്സെ എന്ന് പറയുന്ന ആളും ക്രിസ്ത്യൻ ഫ്രെഡറിക് ഷാർട്സ് എന്ന് പറയുന്ന ആളും 1750 മുതൽ 1798 വരെ ട്രങ്കോബാർ, തൃശ്ശിനാപ്പള്ളി, തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാനിടയായി. അദ്ദേഹത്തിന്റെ മരണശേഷം 2 ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടേക്ക് വന്നു. അവർ തമിഴ്നാട്ടിലുള്ള ട്രങ്കോബാർ, തൃശ്ശിനാപ്പള്ളി, തഞ്ചാവൂർ നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിൽ വീണ്ടും പ്രവർത്തിക്കാനിടയായി. തമിഴും പോർച്ചുഗീസുകാരും കൂടാതെ ഹിന്ദുസ്ഥാനി, മറാഠി, പേർഷ്യ എന്നീ ഭാഷകളും പിന്നീട് വന്നവർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടുന്ന് ഇവിടെ വന്നിട്ട് ഈ ഭാഷകൾ അവർ മനസ്സിലാക്കി. ഹിന്ദുസ്ഥാനി ഭാഷ, ഹിന്ദി ഭാഷ, മറാഠി ഭാഷ, പേർഷ്യൻ ഭാഷ അവർ വശമാക്കി. സ്വാട്സ് എന്ന് പറയുന്ന ആൾ മറ്റാരേക്കാൾ ബഹുമാന്യനും അംഗീകാരമുള്ളവനും വിശ്വസ്തനുമായിരുന്നു ഷാൾസ്. അയാൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എംബസി അയക്കേണ്ടി വന്നപ്പോൾ ഹൈദരലി ആവശ്യപ്പെട്ടത്, ബ്രിട്ടീഷുകാര് ഇങ്ങോട്ടൊരു എംബസി അയക്കാൻ അയക്കേണ്ടി വന്നപ്പോൾ അന്ന് ഈ ബാംഗ്ലൂർ കേന്ദ്രമായി ഭരിച്ചിരുന്ന ഹൈദരാലി പറഞ്ഞു, എന്നെ ചതിക്കയില്ലാത്ത ആ ക്രിസ്ത്യാനിയെ അയക്കൂ എന്നാണ്. ഏത് ക്രിസ്ത്യാനി? ഷോൾസ് എന്ന് പറയുന്ന ആൾ. അയാൾ ഒരിക്കലും ഫോഷ്ക്ക് പറയില്ലെന്നും അയാൾ ചതിക്കില്ലെന്നും ഈ ഹൈദരാലിക്ക് അറിയാമായിരുന്നു. അപ്പൊ അങ്ങനെ ഇടപെട്ട ഒരാളാണ്. തഞ്ചാവൂർ രാജാവ് നാട് നീങ്ങിയപ്പോൾ പ്രായപൂർത്തിയാകാത്ത കിരീടാവാശിയെ സർഫോജിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത് ഷാർസ് ആയിരുന്നു. അറിയണം, തഞ്ചാവൂർ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന നാട്ടുരാജാവ് മരിച്ചുപോയപ്പോൾ ആ നാട് നീങ്ങിയ രാജാവിന്റെ പ്രായപൂർത്തിയാകാത്ത തന്റെ മകനെ, അതായത് കിരീടാവാശിയാണ്, പക്ഷെ പ്രായപൂർത്തിയായില്ല, അയാളുടെ പേര് സർഫോജി എന്നാണ്. അയാളുടെ ചുമതല ഈ ഷോർട്സ് എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റെടുത്തു. കൂടാതെ താൻ മരിക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന വലിയ സ്വത്ത് മുഴുവൻ, അതാണ് ഷോർട്സ് മരിക്കുമ്പോൾ അയാൾക്കുണ്ടായിരുന്ന സകല സ്വത്തും മിഷൻ പ്രവർത്തനത്തിനായി അയാൾ വിൽപ്പത്രം എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. ഷോർട്സിന് ശേഷം സംഗോബാർ മിഷന്മാരിൽ ഒരാളുടെ പുത്രനായ കൊഹലഫ് മിഷന്റെ ചുമതല ഏറ്റെടുക്കുകയും 50 വർഷത്തോളം ചുമതല വഹിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് സറാംപൂർ മിഷനും പ്രസക്തമാണ്. നിങ്ങൾക്കറിയാം, സറാംപൂർ മിഷന്റെ ഫലമായിട്ടാണ് സറാംപൂർ യൂണിവേഴ്സിറ്റി തന്നെ സ്ഥാപിക്കപ്പെട്ടത്. നമുക്കറിയാം, വില്യം കേരി ഇന്ത്യയിലേക്ക് വന്ന് ഞാനത് മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. പാശ്ചാത്യ ലോകത്തിൽ 16-ാം നൂറ്റാണ്ടിലുണ്ടായ നവീകരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതായത് മാർട്ടിൻ ലൂഥറിന്റെ വരവോടുകൂടി നവീകരണം ഉണ്ടായി. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലായപ്പോഴേക്കും ചാൾസ് വെസ്ലി, ജോൺ വെസ്ലി മുതലായവരുടെ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തന ഫലമായി ഭയങ്കര നവീകരണ പ്രവർത്തനമുണ്ടായി. അങ്ങനെ ഉടലെടുത്ത പൈറ്റിസം, അതിനകത്തുനിന്ന് 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ സുവിശേഷീകരണ തൃഷ്ണ മൂലം രൂപീകരിക്കപ്പെട്ട മിഷണറി സമൂഹങ്ങൾ അങ്ങനെ അത് എല്ലാ ഭാരതഭൂമിയിലും അതിന്റെ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോക സുവിശേഷീകരണം ലക്ഷ്യമാക്കി 1792 രൂപീകരിക്കപ്പെട്ട ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി, BMS. നിങ്ങൾക്കറിയാം, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ വന്ന് സുവിശേഷ പ്രവർത്തനം നടത്തിയത് അധികവും ബാപ്റ്റിസ്റ്റ് മിഷനുമാരായിരുന്നു. അതുകൊണ്ടാണ് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം മുതലായ സംസ്ഥാനങ്ങളിൽ ആരാണ് കൂടുതൽ? ബാപ്റ്റിസ്റ്റുകാരാണ് കൂടുതൽ. കാരണം ബാപ്റ്റിസ്റ്റ് മിഷൻമാർ, BMS, അവരവിടെ വന്ന് പ്രവർത്തിച്ചു. 1795 രൂപം കണ്ട LMS, സൗത്ത് ഇന്ത്യയിൽ ഇത് പ്രസക്തമായ, പ്രത്യേകിച്ച് പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ CSI രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഭാഗമായി തീർന്ന ലണ്ടൻ മിഷണറി സൊസൈറ്റി, LMS, അതുപോലെ തന്നെ 1799 രൂപമെടുത്ത ചർച്ച് മിഷണറി സൊസൈറ്റി, CMS, ചർച്ച് മിഷണറി സൊസൈറ്റി. നിങ്ങൾക്കറിയാം, കോട്ടയം ഭാഗത്ത് അസാധാരണമായ പ്രവൃത്തി നടത്തി. കോട്ടയം CMS കോളേജൊക്കെ അവർ സ്ഥാപിച്ചാണെന്ന് നമുക്കറിയാം. അങ്ങനെ CMS മിഷണറിമാര്
അങ്ങനെ അങ്ങനെ അക്രൈസ്തരാൻ നിറയപ്പെട്ട ഭാരതത്തിലേക്ക് മിഷന്മാരെ അയക്കുന്നതിൽ ഈ സൊസൈറ്റീസ് ഒക്കെ വളരെ പങ്ക് വഹിച്ചിട്ടുണ്ട്. LMS മിഷൻ, CMS മിഷൻ, BMS മിഷൻ, ഈ മിഷൻകാരൊക്കെ SPCK, അതുപോലെ SPG, ഇങ്ങനെയുള്ള മിഷൻകാരൊക്കെ ധാരാളം മിഷന്മാരെ ഇന്ത്യയിലേക്ക് അയക്കുവാനിടയായി. ഇന്ത്യയുടെ പ്രസവിച്ച പ്രകടനത്തിന് ഇത് ഗണനീയമായ പങ്ക് വഹിച്ചു. മറന്നു പോകരുത്, ഈ മിഷൻ സൊസൈറ്റീസിന്റെ പേരുകൾ നിങ്ങൾ മറക്കരുത്. എന്താണ് SPG, SPCK, CMS, LMS, BMS. ഇനി ബാസൽ മിഷന്റെ ഒരു പ്രവർത്തനമുണ്ട്. ബാസൽ മിഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ബാസൽ, അതായത് സ്കോട്ടിഷ് മിഷന്റെ ആയ അദ്ദേഹം ഇവിടെ വരുവാനിടയായിത്തീർന്ന വില്യം കേരി, അവർ ആ മിഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ മിഷന്മാരെ ഇന്ത്യയിലേക്ക് അയച്ചു. പോർച്ചുഗീസുകാർ ക്രിസ്തീയ പ്രേക്ഷിത പ്രവർത്തികളിൽ ജാഗ്രത കാണിച്ചവരായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരമായിരുന്നു പ്രധാന ലക്ഷ്യം എന്നതിനാൽ മിഷനറി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, മിഷനറി പ്രവർത്തനങ്ങളെ തടയുന്നതിന് ശ്രമിക്കുക കൂടി ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യക്കാരായ ജനങ്ങളുടെ ആത്മീയ പരിപോഷണത്തിന് കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രദ്ധ പതിപ്പിക്കണം എന്ന് വിൽബർ ഫോഴ്സിന്റെ അഭിപ്രായത്തെ 1793 ബ്രിട്ടീഷ് പാർലമെന്റ് തിരസ്കരിച്ചു. കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികൾ പാർലമെന്റിൽ പറഞ്ഞു, അങ്ങനെ വിടരുത്, വിട്ടാൽ അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ മുഴുവൻ അട്ടിമറിക്കപ്പെടും, നമുക്ക് ബിസിനസ് നടക്കത്തില്ല. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോയി. പിൽക്കാലത്തിന് നയത്തിന് മാറ്റം വന്ന് ഇങ്ങനെ പ്രത്യേക കാലഘട്ടത്തിലാണ് ആധുനിക സുവിശേഷ പ്രവർത്തനങ്ങളുടെ പിതാവും പ്രൊട്ടസ്റ്റന്റ് മിഷന്റെ മകുടവുമായ വില്യം കേരി ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, വില്യം കേരി ഇന്ത്യയിലേക്ക് വന്ന ഒരു ബ്രിട്ടീഷുകാരുടെ കപ്പലിലാണ്. ഇവിടെ അയാളെ ലാൻഡ് ചെയ്യാൻ പോലും ഈ വെള്ളക്കാരെ അനുവദിച്ചില്ല. ബ്രിട്ടീഷ് കപ്പൽ യാത്ര അനുവദിക്കാതെ വില്യം കേരിയും തന്റെ ഭാര്യയും 4 മക്കളും ഭാര്യ സഹോദരനും കൂടെ മുംബൈ ഇന്ത്യയിൽ പ്രവർത്തന പരിചയമുണ്ടായിരുന്ന ജോൺ തോമസ് എന്ന വഴികാട്ടിയോടൊപ്പം ഒരു ഡച്ച് കപ്പലിലാണ് വില്യം കേരി ഇന്ത്യയിലേക്ക് വന്നത്. 1793 നവംബർ 11 കൽക്കട്ടയിലെത്തി. 1793 നവംബർ 11. വില്യം കേരിയുടെ ചരിത്രം ഭയങ്കര രസകരമാണ്. അദ്ദേഹം ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് വന്നു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടു. അനേക ഇന്ത്യൻ ഭാഷകളിൽ വേദപുസ്തകം തർജ്ജമ ചെയ്തു. അദ്ദേഹത്തിന്റെ കുഞ്ഞ് മരിച്ചുപോയി. ഭാര്യയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. പക്ഷെ തന്റെ സുവിശേഷം അത്ര ഭയങ്കര കഷ്ടപ്പെട്ട്. അന്നത്തെ മെഡിക്കൽ സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 1790, 1800 കാലയളവിൽ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം ഒക്കെ മഹാമോശമാണ്. എന്നിട്ടും അവരിവിടെ പിടിച്ചു നിന്ന് കർത്താവിന് വേല ചെയ്തത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അത്രയും കഷ്ടപ്പെടുവാൻ ഈ തലമുറ ആരും തയ്യാറാകത്തില്ല. നോക്കണം, ഡച്ച് രാജാവിന്റെ അധീനപ്പെട്ട സറാംപൂർ എന്ന ചെറിയ പട്ടണത്തിൽ തന്റെ വേല ആരംഭിച്ചു. 1 വർഷത്തേക്ക് മിഷനറിമാരുടെ ആവശ്യങ്ങൾ നൽകാമെന്നും അതിനുശേഷം അവരവർ തന്നെ തങ്ങൾക്ക് ആവശ്യമുള്ള പണം സമ്പാദിച്ചുകൊള്ളണമെന്നുമായിരുന്നു നയപരമായ തീരുമാനം. എന്നാൽ പണം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തതിന് തന്റെ കൂട്ടാളിയായ ജോൺ തോമസിന് കഴിയാതിരുന്നതുകൊണ്ട് ഏതാണ്ട് 2 മാസം കൊണ്ട് പണം മുഴുവൻ തീർന്നുപോയി. എന്നാൽ ഫെബ്രുവരിയിൽ കുറെ തരിശ്, നോക്കണേ, അങ്ങേർക്ക് അവസാനം പണമില്ലാവുന്നു. അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പണം അന്നത്തെ മിഷന്റെ സഹായിയായിരുന്ന ജോൺ തോമസ് തോന്നിയ പോലെ, ജോൺ തോമസിന്റെ പേര് കേൾക്കുവാൻ അറിയാം, മലയാളിയാണ്, അയാൾ തോന്നിയ പോലെ ചെലവഴിച്ചുകൊണ്ട് 2 മാസം ആയപ്പോഴത്തേന് പണം മൊത്തം തീർന്നുപോയി. ഇയാൾ വിചാരിച്ച് ഇനിയും വെള്ളക്കാർ കാശ് തരുന്നു. വെള്ളക്കാർ കാശ് തരാറായി. എന്നിട്ട് ഈ വില്യം കേരി തരിശ് നിലങ്ങൾ, അവിടെ കിടന്ന തരിശ് നിലങ്ങൾ എന്ത് ചെയ്തു? കൃഷിക്കായിട്ട് എടുത്തിട്ട് അദ്ദേഹം കരിശ് നിലങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. പുതുതായി ആരംഭിച്ച 2 കമ്പനികളിൽ അദ്ദേഹത്തിന് മാനേജർമാരായി നിയമനം ലഭിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ആ പണം അദ്ദേഹം സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചു. ബംഗാളിൽ മാർട്ടിനാബദിയിൽ തന്റെ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നതിന് സാധിച്ചു. അവിടെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രയാസപൂരിതമായിരുന്നു. തന്റെ ഒരു കുട്ടി മരിച്ചു, ഭാര്യ രോഗിയായി, ഭ്രാന്തിയായി. എന്നിരുന്നാലും നോക്കണേ, ഒരു കുഞ്ഞ് മരിച്ചുപോയി, ഭാര്യ ഭ്രാന്തിയായി, രോഗിയായി. എന്നിട്ട് പോലും മിഷനറി പ്രവർത്തനത്തിൽ തളർന്നു പോകാത്തൊരു മനുഷ്യനായിരുന്നു ആരെ? വില്യം കേരി. അദ്ദേഹം സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് ഇത്, സറാംപൂർ യൂണിവേഴ്സിറ്റി. കേരി പ്രാദേശിക ഭാഷകൾ പഠിക്കാൻ ആരംഭിച്ചു. ബംഗാളി ഭാഷ പഠിച്ചു, സംസ്കൃതം പഠിച്ചു, നാട്ടുകാരോട് സുവിശേഷം അറിയിക്കുന്ന ആരംഭിച്ചു. കൂടാതെ പുതിയ നിയമം മുഴുവനുമായി പഴയ നിയമത്തിന്റെ ഭൂരിഭാഗവും ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത് അച്ചടിച്ചു. കേരി ആവശ്യപ്പെട്ടതനുസരിച്ച് ബാപ്റ്റിസ്റ്റ് മിഷനറി സൊസൈറ്റി BMS 4 മിഷനറി കുടുംബങ്ങളെ കൂടെ ഇന്ത്യയിലേക്ക് അയച്ചു. അവർ അമേരിക്കൻ കപ്പലിൽ 1799 ഇന്ത്യയിൽ എത്തുകയും ചെയ്തു. അവരിൽ 2 പേർ മരണമടഞ്ഞു. അധ്യാപകനായിരുന്ന ജോഷുവ മാർഷ്മാൻ അച്ചടി വിദഗ്ധനായിരുന്നു. അന്ന് വന്ന ഈ അദ്ദേഹം അപേക്ഷിച്ച അനുസരിച്ച് ഈ ബാപ്റ്റിസ്റ്റ് മിഷനുമാരായ 4 പേരെ അയച്ചു. അല്ലെ 2 പേര് ഇന്ത്യയിൽ വെച്ച് മരിച്ചുപോയി. അതിൽ ജീവിച്ചിരുന്ന ഒരാൾ ജോഷുവ മാർഷ്മാൻ എന്ന് പറയുന്ന ആൾ, അയാൾ അച്ചടി വിദഗ്ധനായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ ജോഷുവ മാർഷ്മാൻ അച്ചടി വിദഗ്ധനായിരുന്ന
ജോഷുവ മാർഷ്മാൻ എന്നയാൾ അന്നത്തെ അച്ചടി വിദഗ്ധനായിരുന്ന വില്യം വാർഡ്, അവർ രണ്ടുപേരും ശേഷിച്ചു. ഇവർ മൂവരെയും കൂട്ടി സറാംപൂർ ഇവരെ മൂവരെയും കൂടെയാണ് അതായത് വില്യം കേറി, മാർഷ്മാൻ, വില്യം വാർഡ്, മറന്നു പോകരുത്. വില്യം കേറി, മാർഷ്മാൻ, വില്യം വാർഡ്, ഈ മൂന്ന് പേരെയാണ് ഈ സറാംപൂർ ട്രയോസ് എന്നാണ് വിളിക്കുന്നത്. അവരാണ് സത്യത്തിൽ കൽക്കട്ടയെ അട്ടിമറിച്ചത്, സറാംപൂരിനെ കീഴ്മേൽ മറിച്ചത്. വേദപുസ്തകം പ്രാദേശിക ഭാഷയിൽ തർജ്ജമ ചെയ്തു, സ്കൂളുകൾ തുടങ്ങി. അവര് അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തി. മാർഷ്മാനും ഭാര്യയും ചേർന്ന് സ്കൂള് നടത്തുകയും അത് വളരെ പ്രസിദ്ധി ആർജിക്കുകയും ആ സ്കൂളിൽ നല്ല വരുമാനം ഉണ്ടാവുകയും ചെയ്തു. അച്ചടിശാല വില്യം വാർഡിന്റെ ചുമതലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിനാൽ അവയിൽ നിന്നും അവർ തന്നെ ഒരു പ്രസ് തുടങ്ങി. പബ്ലിക് നമ്മുടെ ലോക്കലിലുള്ള കാര്യങ്ങളും അവർ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അതിൽ നിന്നുള്ള വരുമാനം ലഭിച്ചു. നോക്കണമേ, പൗലോസ് മിഷനറി പ്രവർത്തനം നടത്തിയപ്പോൾ കൂടാരപ്പണി ചെയ്ത് കാശുണ്ടാക്കിയതുപോലെ ഇവരും എന്ത് ചെയ്തു? മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി ജോലി ചെയ്ത് കാശുണ്ടാക്കി. ആലോചിച്ച് നോക്കെ, ഇന്ന് നമ്മൾ ജോലി ചെയ്യുന്ന കാശ് മുഴുവൻ നമ്മുടെ കുടുംബകാര്യം നോക്കാൻ ചെലവാക്കുമ്പോൾ ഇവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ കാശ് എന്തിനു വേണ്ടി ചെലവഴിച്ചു? പ്രസ് നടത്തി, അതുപോലെ ബിസിനസ് നടത്തി, സ്കൂള് നടത്തി. ആ കാശ് മുഴുവൻ സുവിശേഷ ചെലവാക്കി. വില്യം കേറി ഫോർട്ട് വില്യം കോളേജിൽ കൂടാതെ വില്യം കേറി ഫോർട്ട് വില്യം കോളേജിൽ ബംഗാളി പ്രൊഫസറായി, ബംഗാളി ഭാഷ പഠിച്ചു. അങ്ങനെ ഫോർട്ട് വില്യം എന്ന് പറയുന്ന കോളേജിൽ അദ്ദേഹത്തിന് ബംഗാളി പ്രൊഫസറായിട്ട് ജോലി കിട്ടി. നല്ല ശമ്പളം ലഭിക്കുകയും ചെയ്തു. കൂടാതെ സംസ്കൃതം, മറാത്തി എന്നീ ഭാഷകൾ അഭ്യസിച്ചു. ഇങ്ങനെ ലഭിച്ച വരുമാനങ്ങളെല്ലാം വേലയെ വളരെ അഭിവൃദ്ധിയിലേക്ക് നടത്തി. ഭാഷാ പണ്ഡിതന്മാരുമായുള്ള കോളേജിലെ ബന്ധം, അയാൾ മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ആ കോളേജിലെ ഭാഷാ പണ്ഡിതന്മാരുമായി ബന്ധമുണ്ടാക്കി. അങ്ങനെ അനേക ഭാഷകൾ അദ്ദേഹം കൈവശമാക്കി. അങ്ങനെ 1834 വില്യം കേറി മരണമടയുമ്പോഴേക്കും 6 ഇന്ത്യൻ ഭാഷകളിൽ ബൈബിൾ പൂർണ്ണമായും ട്രാൻസ്ലേറ്റ് ചെയ്തു. ആലോചിച്ച് നോക്ക്, വില്യം കേരിയുടെ പ്രവർത്തനത്തെ നമുക്കേണ്ടിയിരിക്കുന്നു. 6 ഇന്ത്യൻ ഭാഷകളിൽ വേദപുസ്തകം മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു മനുഷ്യൻ. 23 ഭാഷകളിൽ പുതിയ നിയമം മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്തു. മറ്റ് 23 ഭാഷകളിൽ പുതിയ നിയമം മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്തു. വേറെ 10 ഭാഷകളിൽ ഭാഗികമായും വേദപുസ്തകം നിർവഹിക്കാൻ, ട്രാൻസ്ലേഷൻ, വിവർത്തനം നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സറാംപൂർ കേന്ദ്രമായി പ്രവർത്തിച്ച 1800 തന്നെ കൃഷ്ണപാൽ എന്ന വ്യക്തി ഇന്ത്യക്കാരൻ, ഗവർണറുടെയും മറ്റ് വലിയ ജനാവലിയുടെയും സാന്നിധ്യത്തിൽ, ശ്രദ്ധിക്കണം, സറാംപൂരിന്റെ പ്രവർത്തന ഫലമായി കൃഷ്ണപാൽ എന്ന് പറയുന്ന മനുഷ്യൻ അന്നത്തെ ഗവർണറുടെയും വലിയ ജനാവലിയുടെയും സാന്നിധ്യത്തിൽ ഹൂഗ്ലി നദിയിൽ മുങ്ങി സ്നാനപ്പെട്ടു. തുടർന്ന് പല ജാതികൾപ്പെട്ട അനേകർ സ്നാനമേറ്റ് ക്രിസ്തുമാർഗത്തിലേക്ക് വന്നു. ആരംഭം മുതൽ തന്നെ ജാതി വ്യവസ്ഥ തുടച്ചു നീക്കുന്നതിൽ മിഷന്മാർ പരിശ്രമിച്ചിരുന്നു. ഉയർന്ന ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട കൃഷ്ണപ്രസാദ്, നോക്കണമേ, ഉയർന്ന ജാതിയിൽപ്പെട്ട കൃഷ്ണപ്രസാദ് തിരുവത്താഴമെടുത്തപ്പോ ശൂദ്രനായ കൃഷ്ണപാലിൽ നിന്നാണ്, ഈ കൃഷ്ണപാൽ എന്ന് പറയുന്ന ആൾ ശൂദ്രനായിരുന്നു, ആ ശൂദ്രനായ കൃഷ്ണപാലിൽ നിന്നാണ് ആദ്യം തിരുവത്താഴം കൈക്കൊണ്ടത്. മാത്രമല്ല, ഈ ബ്രാഹ്മണനായ കൃഷ്ണപ്രസാദ് വിവാഹം കഴിച്ചത് ശൂദ്രനായ കൃഷ്ണപാലിന്റെ മകളെയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്ര ഭയങ്കര ട്രാൻസിഷൻ, ഭയങ്കര വ്യത്യാസം അവരുടെ സുവിശേഷ പ്രവർത്തനം മൂലം കൽക്കട്ടയിലുണ്ടായി. കേരിയും മറ്റും സാമൂഹ്യ തിന്മകളായ ജാതി വ്യവസ്ഥ, ശിശുഹത്യ, സതി, അല്ലെങ്കിൽ പെൺഭ്രൂണഹത്യ, ഇതിനൊക്കെതിരെ പ്രവർത്തിച്ചു, വളരെ പരിശ്രമിച്ചു. സാമൂഹ്യ വിഷയങ്ങളിൽ അവബോധം നൽകുന്നതിനായി സമാചാർ ദർപ്പൺ, ഈ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യം നൽകാൻ വേണ്ടി സമാചാർ ദർപ്പൺ എന്നൊരു പത്രം തന്നെ ബംഗാളിയിലും ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നൊരു പത്രം ഇംഗ്ലീഷിലും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും ഈ പത്രങ്ങൾ കണ്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗൗരവമായ ചർച്ചകൾ നടത്തുകയും അനേകരുടെ മനസ്സുണർത്തുകയും ചെയ്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരത്തിൽ പെട്ടിടത്തെല്ലാം, അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരത്തിൽ പെട്ടിടത്തെല്ലാം സതി നിരോധിച്ചുകൊണ്ട് വില്യം ബെനഡിക്റ്റ് 1829 പുറപ്പെടുവിച്ച കൽപ്പനയാണ് ഇവിടെ. ഇന്ന് ഈ വലിയ ന്യായം പറയുന്ന ഈ ഹിന്ദുത്വവാദികൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനെ ദഹിപ്പിക്കുന്ന ചിതയിൽ ചാടി ഭാര്യയും ആത്മാഹൂതി ചെയ്യണമെന്ന് പറയുന്ന ആ ദുരാചാരത്തെ നിർത്തൽ ചെയ്യുവാൻ അതിനുവേണ്ടി പരിശ്രമിച്ച വില്യം കേറിയാണ്. അയാൾ എഴുതി പ്രസിദ്ധീകരിച്ച പത്രങ്ങളിലൂടെ യൂറോപ്പിലുള്ളവർ അത് അറിഞ്ഞു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചുമതലയിൽപ്പെട്ടവർ അറിഞ്ഞു. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഇന്ത്യയിൽ സതി നിർത്തൽ ചെയ്തു.
മിഷന്മാരുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. മാത്രമല്ല വേദശാസ്ത്ര ശാഖയോടുകൂടി ശാസ്ത്രവും ചരിത്ര പഠനവും നടത്താനാകുന്ന, അതായത് വേദപുസ്തകം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ശാസ്ത്രവും മറ്റ് ചരിത്രവും പഠിപ്പിക്കുന്ന ഒരു കോളേജ് 1819 37 കുട്ടികളോടുകൂടി ആരംഭിച്ചു. 1827 ഡിഗ്രി നൽകുന്നതിന് ഡെൻമാർക്ക് രാജാവിൽ നിന്ന് ഈ കോളേജിന് അനുമതിയും കിട്ടി. അതാണ് ഇന്നത്തെ സറാംപൂർ കോളേജ്. ആദ്യമായിട്ട് വേദശാസ്ത്രവും സെക്യുലർ വിദ്യാഭ്യാസവും ഒരുപോലെ നടത്തുന്ന ഒരു കോളേജ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി ആരംഭിക്കുകയും 1827 ഡെൻമാർക്ക് രാജാവിൽ നിന്ന് ആ കോളേജ് എടുക്കുന്ന ഇന്നും ഞങ്ങൾക്ക് ചെയ്ത സറാംപൂരിന്റെ ബിഡിയും സറാംപൂരിന്റെ MDHന്റെ ഒക്കെ വാലിഡിറ്റി ഡെൻമാർക്കിലെ രാജാവിൽ നിന്ന് 1827 കിട്ടിയ ആ അംഗീകാരമാണ്, ആ അക്രഡിറ്റേഷനാണ്. സറാംപൂർ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന മാർഷ്മാൻ, വില്യം വാർഡ്, വില്യം കേരി. മാർഷ്മാൻ, വില്യം വാർഡ്, വില്യം കേരി. മാർഷ്മാൻ സ്കൂൾ നടത്തും, വില്യം വാർഡ് പ്രസ് നടത്തും, അതുപോലെ തന്നെ വില്യം കേരി സ്കൂളിലെ കോളേജിലെ പ്രൊഫസറായി. ഇവർ 3 പേരും കൂടെ സറാംപൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യയിലും പുറത്തുമായി മിഷനറി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കി. 1805 ഇന്ത്യക്കാരായ 6 പേർ സുവിശേഷ വേലയിലേക്ക് വരികയാണ്. ഇന്ത്യക്കാരായ 6 പേർ സുവിശേഷ വേലയിലേക്ക് വന്നു. തന്മൂലം പുതിയ പ്രവർത്തനങ്ങളും ആരംഭിക്കാനുണ്ടായി. അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കാശി, ആഗ്ര. കാശിയിലെ, ആഗ്രയിലെ, ഡൽഹിയിലെ, ജസൂറിലെ, അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ്, ഢാക്ക, ബാരിസാൻ, ചിറ്റഗോങ്, ഇന്ന് ബംഗ്ലാദേശിന്റെ ഭാഗമായ ചിറ്റഗോങ്, ദീനജ്പൂർ, ആസാം, ഒറീസ, നാഗ്പൂർ, ബോംബെ, ബർമ്മ, ഗോവ. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ബർമയൊക്കെ അന്ന്. ഇവിടങ്ങളിലെല്ലാം സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുവാൻ അന്നിടയായി. പക്ഷേ 1823 വില്യം വാർഡും 1834 കേറിയും 1837 മാർഷ്മാനും ഇഹലോകവാസം പിടിഞ്ഞു. അവർ ഇവിടെ വെച്ചാണ് മരിച്ചത്. അവരുടെ സേവനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്നതായിരുന്നു. വേദപുസ്തക തർജ്ജമ, വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സുവിശേഷ പ്രസംഗം, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായി അവർ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അടുത്തത് ഇന്ത്യയിലേക്ക് വന്ന ലണ്ടൻ മിഷനറി സമൂഹങ്ങളാണ്. ലണ്ടൻ മിഷനറി സമൂഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പുള്ളിയാണ് റിങ്കിൾ ടോബി. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തെങ്കിൽ തെക്കേ ഇന്ത്യയിൽ ആരംഭിച്ച മിഷനറി പ്രവർത്തന വീരനായിരുന്നു WT ടിങ്കിൾ ട്യൂബ്. ജർമ്മൻ വംശജനും ലൂതറൻ വിഭാഗത്തിലെ പൈറ്റിസത്തിന്റെ സ്വാധീനമുണ്ടായിരുന്ന റിങ്കിൾ ട്യൂബ് 1795 സ്ഥാപിച്ച ലണ്ടൻ മിഷനറി സൊസൈറ്റി LMS അതിന്റെ മിഷനറി ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. 1804 അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നു. 1806 മുതൽ 1815 വരെ കന്യാകുമാരി ജില്ലയിൽ പ്രവർത്തിച്ചു. ആദി ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട, നിങ്ങൾക്കറിയാം ദ്രാവിഡ മുന്നേറ്റ ഘടകം തമിഴ്നാട്ടിലുള്ളവരെ നിങ്ങൾക്കറിയാം. ആദി ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട വേദമാണിക്യം കന്യാകുമാരിയിൽ സ്നാനത്തിനായി ആകാംക്ഷയോട് കാത്തിരിക്കുന്ന 200ഓളം പേരുണ്ടെന്ന് അറിയിച്ചു. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ, ഏതാണ്ട് 73% ക്രിസ്ത്യാനികളുള്ള ഒരു ജില്ല ഇന്ത്യയിലുണ്ട്, കന്യാകുമാരി ജില്ല. അവിടെ പ്രവർത്തനം തുടങ്ങിയത് ഈ മിഷന്റെ ആയിരുന്നു. വേദമാണിക്യം എന്ന് പറയുന്ന ആള് കന്യാകുമാരി സ്നാനത്തിനായി 200 പേര് കാത്തിരിക്കണമെന്ന് അറിയിക്കുകയും റിങ്കിൾ ട്യൂബ് അത് അപേക്ഷ അനുസരിച്ച് റിങ്കിൾ ട്യൂബ് തെക്കൻ തുരാറിലെ കന്യാകുമാരിയിൽ മിഷനറി പ്രവർത്തനത്തിലേക്ക് വന്നു. ഒരു വർഷത്തിനുള്ളിൽ 20ഓളം പേർ സ്നാനപ്പെട്ടു. വേദമാണിക്യം സഹായിയായി പ്രവർത്തിച്ചു. നാഗർകോവിൽ, നെയ്യൂർ, ഈ സ്ഥലങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. നാഗർകോവിൽ, നെയ്യൂർ, പാറശാല, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം എന്നിവിടങ്ങളിൽ, കൂടാതെ സേലം, കടപ്പ, ബെല്ലാരി എന്നൊക്കെ പറയുന്നത് കർണാടകത്തിലും, കടപ്പ എന്ന് പറയുന്നത് ആന്ധ്രയിലും, സേലം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുമാണല്ലോ. ഈ സ്ഥലങ്ങളിലൊക്കെ, ഈ ഡിസ്ട്രിക്റ്റിലൊക്കെ ലണ്ടൻ മിഷനറി സമൂഹത്തിന്റെ പ്രവർത്തനം വ്യാപിച്ചു. അനേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സ്ഥാപിച്ചു. സാമൂഹ്യ സേവനം നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തെക്കേന്ത്യയിലെ അല്പം ഉയർന്ന ജാതികളായിരുന്നു നാടാർ സമൂഹത്തിൽ നിന്നും പലരും ക്രിസ്തീയ സമൂഹത്തിലേക്ക് ചേരുന്നതിന് LMSന്റെ പ്രവർത്തനം ഇടയാക്കി. LMS ലണ്ടൻ മിഷനറി സൊസൈറ്റി. റിങ്കിൾ ട്യൂബിനെ തുടർന്ന് ചാൾസ് മീഡ് തുടങ്ങിയ 50ഓളം മിഷനറിമാർ തെക്കേ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തന ഫലമായി ധാരാളം സഭകൾ ഉടലെടുത്തു. ഇതര സമൂഹങ്ങളുമായി വിദ്യാഭ്യാസ കാര്യങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുന്നതിനും സ്വദേശികളായ ആളുകളെ സഭാ ചുമതലകൾ ഏൽപ്പിക്കുന്നതിനും സഭാ സ്ഥാപനങ്ങൾ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്.
സഭകൾ സ്വയം സന്ധാരണ സഭകളാകുന്നതിൽ വളരെ പ്രോത്സാഹനം ഈ മിഷണറി സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. തെന്നിന്ത്യ സഭയുടെ രൂപീകരണത്തിൽ LMS ഭരണകർത്താക്കളും വളരെ യത്നിച്ചിരുന്നു എന്ന് നാം തിരിച്ചറിയണം. തെക്കൻ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന LMS CNI ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ലണ്ടൻ മിഷണറി സമൂഹത്തിന് സുവിശേഷ യത്നങ്ങളിലും 20-ാം നൂറ്റാണ്ടിലെ സഭായിക്യ പ്രസ്ഥാനങ്ങളിലും സാമൂഹ്യ സേവന രംഗത്തും വളരെ ഗണനീയമായ പങ്ക് വഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രസ്താവ്യമാണ്. നിങ്ങൾക്കറിയാം, ഇങ്ങനെ ലണ്ടൻ മിഷണറി സൊസൈറ്റി, CMS ചർച്ച് മിഷണറി സൊസൈറ്റി ഇങ്ങനെയുള്ള മിഷണറി പ്രവർത്തനങ്ങൾ നടത്തും. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ LMS CMS അങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തന ഫലമായി ഇവിടെ ഉണ്ടായിരുന്ന സഭകളെല്ലാം കൂടെ ഒന്നിച്ചൊരു യൂണിയൻ ഉണ്ടാക്കി. സൗത്ത് ഇന്ത്യയിലുള്ള സഭകളെല്ലാം കൂടെ ഒന്നിച്ച് യൂണിയൻ ഉണ്ടാക്കിയതാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, CSI എന്ന് നമ്മൾ പറയുന്നത്. നോർത്ത് ഇന്ത്യയിൽ ബാപ്റ്റിസ്റ്റുകാരോട് അവിടെ കൂടി. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അവര് ബ്രിട്ടീഷുകാർ വിട്ടിട്ട് പോയ, മിഷന്മാർ വിട്ടിട്ട് പോയ സഭകളെല്ലാം ചേർന്നാണ് CNI ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഉണ്ടായത്. അടുത്തത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വളരെ ഊന്നൽ കൊടുത്ത അലക്സാണ്ടർ ഡഫ് എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു. മിഷണറി സമൂഹങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പതിച്ചിരുന്നു. എന്നാൽ മറ്റു മിഷണറി സമൂഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്കോട്ട്ലൻഡ് സഭയുടെ മിഷണറി ആയിരുന്ന അലക്സാണ്ടർ ഡഫ് 1830 മുതൽ അദ്ദേഹം 48 വരെ അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യാനിടയായി. ജോൺ വിൽസൺ, ജോൺ ആൻഡേഴ്സൺ എന്നിവർ വിദ്യാഭ്യാസം നൽകിയ സംഭാവനകൾ മറ്റുള്ളവയേക്കാൾ വിലപ്പെട്ടത്. അപ്പൊ ഈ ആളുകൾ വളരെ ആത്മാർത്ഥമായി ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുവാൻ വളരെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാനിടയായി. ഇംഗ്ലീഷ് സാഹിത്യവും ഇംഗ്ലണ്ടിന്റെ ചരിത്രവും ഇംഗ്ലണ്ടിലെ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പഠിച്ചു. അങ്ങനെയാണ് സത്യത്തിൽ നമുക്ക് ജനാധിപത്യ ബോധം ഉണ്ടാകുന്നത്. നെഹ്റുവിനും മഹാത്മാഗാന്ധിക്കുമൊക്കെ നമുക്ക് സ്വയംഭരണ സംവിധാനങ്ങൾ വേണം, ജനാധിപത്യ വ്യവസ്ഥിതി വേണം എന്ന് പറഞ്ഞ് ഈ സമര നേതൃത്വത്തിലേക്ക് വരാൻ ആളുകൾ സമ്മതിച്ചേരത്തില്ലെങ്കിൽ സത്യം അതാണ്. കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അന്നല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലല്ലോ, ഫോണൊന്നും ഇല്ലല്ലോ. അവിടെ എന്താ സിസ്റ്റം ആർക്കും അറിയത്തില്ല. അവിടെയും രാജാവ് ഭരിക്കുന്നു, ഇവിടെയും രാജാവ് ഭരിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും അറിയത്തില്ല. പക്ഷേ യൂറോപ്പിന്റെ വ്യവസ്ഥ മാറി. ഇംഗ്ലണ്ടിലെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച്, ഇംഗ്ലണ്ടിലെ ജനാധിപത്യം ആരാണ്? ബിനു ജെയിംസ് മ്യൂട്ട് ചെയ്യണം. ഇംഗ്ലണ്ടിലെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ചൊക്കെ ഈ ആളുകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുകൊണ്ടാ നെഹ്റുവും ഗാന്ധിയൊക്കെ വായിച്ചു പഠിച്ചത്. അങ്ങനെ അവിടുത്തെ വ്യവസ്ഥയെ കുറിച്ച് ബോധ്യം വന്നപ്പോൾ നമുക്കും സ്വാതന്ത്ര്യം വേണം, നമുക്കും ജനായത്ത സംവിധാനങ്ങൾ വേണം. അത് ഒരു തരത്തിൽ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരണ നൽകിയിട്ടുണ്ട്, സഹായമായിട്ടുണ്ടെന്ന വസ്തുത വിസ്മരിച്ചുകൂടാ. ഇന്ത്യൻ സമൂഹം അന്ധവിശ്വാസങ്ങളെ അധപ്പതിച്ചിരിക്കുകയാണെന്നും വിഗ്രഹാരാധന, സതി, ശിശുഹത്യ, ശൈശവവിവാഹം തുടങ്ങിയ സാമൂഹ്യ തിങ്ങളും അബദ്ധജടിതമായ വിശ്വാസാചാരങ്ങളും വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ സമൂഹത്തിന് ദൂരീകരിക്കാമെന്നും കൂടുതൽ വിദ്യ അഭ്യസിക്കുന്നതിലൂടെ ക്രിസ്ത്യ വിശ്വാസം ഇന്ത്യക്കാരെ രൂപപ്പെടുത്താമെന്നും അവർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസം ക്രിസ്തു വിശ്വാസത്തിലേക്ക് നടത്തുന്നതിന് ഒരു ചവിട്ടുപടിയായി പരിണമിക്കും എന്നുള്ള ആശയമാണ് പ്രധാനമായും ഈ ഉദ്യമത്തിന് അവരെ പ്രേരിപ്പിച്ചത്. അത് കുറെയൊക്കെ ശരിയുമായിരുന്നു. എന്നാൽ കുറെ ആളുകൾ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച് ഒരു ബോധം വന്നപ്പോൾ അവരുടെ മതത്തെ തന്നെ നവീകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ നമുക്കറിയാവുന്ന ചില പ്രസ്ഥാനങ്ങൾ, ഹിന്ദു നവീകരണ പ്രസ്ഥാനങ്ങൾ ഒക്കെ ഉണ്ടായി വരുന്നതിന്റെ കാരണം അത് തന്നെയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയെ പോലുള്ള ആളുകൾ ഒക്കെ അവരുടെ മതം തന്നെ റിവൈവ് ചെയ്യാനായിട്ട്, ഹിന്ദു മതം തന്നെ റിവൈവ് ചെയ്യാൻ കാരണമായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. സ്കോട്ട്ലൻഡ് മിഷണറി സഭയുടെ മിഷണറിയായി 1830 കൽക്കട്ടയിൽ എത്തിയ അലക്സാണ്ടർ ഡഫ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ബംഗാളിൽ ആരംഭിച്ചു. ഇംഗ്ലീഷ് സ്കൂളിൽ വേദപുസ്തകങ്ങൾ ദിവസവും പഠിപ്പിച്ചിരുന്നു. ഇംഗ്ലീഷ് സ്കൂളിൽ അന്നത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ദിവസവും വേദപുസ്തകം, ഇന്ന് CBSE പഠിപ്പിക്കരുത്, ഒരു കാര്യം പഠിപ്പിക്കരുതെന്നാ പറയുന്നത്. പക്ഷെ അന്നത്തെ സ്കൂളിൽ ദിവസവും വേദപുസ്തകം പഠിപ്പിച്ചിരുന്നു. ആധുനിക ശാസ്ത്രീയ സത്യങ്ങൾ ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കുകയും തിരുവചന അധ്യയനം ക്രിസ്തുമാർത്തിൽ നടക്കുകയും ചെയ്യുമെന്ന് അവർ വിചാരിച്ചു. ആധുനിക വിദ്യാഭ്യാസ സംവിധാനം കൊണ്ട് ഇവിടുത്തെ അന്ധവിശ്വാസങ്ങളെ തകർക്കുമെന്നും ജനം ക്രിസ്തു വിശ്വാസത്തിലേക്ക് നടത്തപ്പെടുമെന്നും അവർ വിശ്വസിച്ചു. അങ്ങനെ തിരുവചന അധ്യയനം ക്രിസ്തു മാർഗത്തിൽ നടത്തുമെന്ന് വെച്ചു. 5 കുട്ടികളോടുകൂടി അലക്സാണ്ടർ ഡഫ് ആരംഭിച്ച സ്കൂളിൽ 150-200 കുട്ടികൾ പഠിച്ചു തുടങ്ങി. ചോദ്യവും ഉത്തരങ്ങളും ഉപയോഗിച്ച് ആദ്യം മുതൽ ക്രമമായ പാഠ്യപദ്ധതിയിലൂടെ പഠനം നടത്തി. ഇംഗ്ലീഷ്, ബംഗാളി ഭാഷകളിലുള്ള പഠനം, വാചാ പരീക്ഷ,
അല്ലെ ഇന്റർവ്യൂ മുതലായവ എല്ലാം പത്രങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇവിടെ നടത്ത പരീക്ഷകൾ, പഠന രീതികളെ കുറിച്ചൊക്കെ പത്രങ്ങളിൽ റിപ്പോർട്ട് വരാൻ തുടങ്ങി. സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റായ് ഡഫിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ബ്രഹ്മസമാജ സ്ഥാപകനായ രാജാറാം മോഹൻ റായ് ഈ അലക്സാണ്ടർ ഡഫിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൃഷ്ണമോഹൻ ബാനർജി, മഹേഷ് ചന്ദ്രഘോഷ്, ലാൽ ബിഹാരി ഡേ, AC മസുംദാർ തുടങ്ങിയ ഉയർന്ന ജാതിയിൽപ്പെട്ട അഭ്യസ്തവിസ്തരായ യവനക്കാർ ക്രിസ്തുമാർഗം സ്വീകരിച്ചു. നിങ്ങൾ ഇവരുടെയൊക്കെ ചരിത്രം എവിടെയെങ്കിലും കിട്ടുന്നേ വായിക്കണം. കൃഷ്ണമോഹൻ ബാനർജി അന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനിയായി തീർന്നു. മഹേഷ് ചന്ദ്രഘോഷ്, ലാൽ ബിഹാരി ഡേ, MC മസുംദാർ, ഇങ്ങനെ ഉയർന്ന ജാതിയിൽപ്പെട്ട അനേകർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഭവമാണ്. അടുത്ത CMSന്റെ മിഷനറി പ്രവർത്തനങ്ങൾ. ചർച്ച് മിഷനറി സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം തെക്കേ ഇന്ത്യ ആയിരുന്നു. എന്നിരുന്നാലും പഞ്ചാബിലും തെലുങ്ക് ദേശത്തും ബോംബെയിലും അവർ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പെഷവാർ, അത് ഇന്നത്തെ പാകിസ്ഥാനിലാണ്, കാൺപൂർ, ആഗ്ര, കൽക്കട്ട, മസൂലിപട്ടണം, പാളയംകോട്ട, കോട്ടയം എന്നിവിടങ്ങളിലും അവർ കോളേജുകൾ, അതാണ് കോട്ടയം CMS കോളേജ്, പ്രവർത്തനങ്ങൾ പുരോഗതി വരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫലമായി ഉടർത്ത സഭകളിൽ പലതും സ്വദേശ മിഷനറി സമൂഹങ്ങളെ രൂപപ്പെടുത്തി വിദേശ സഹായം കൂടാതെ തന്നെ പ്രവർത്തനം നടത്തുന്നതിന് ഉത്സാഹിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതിയാണ്. CMS മിഷനറി പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭാരതസഭയുടെ, പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ ഗതിക്ക് തന്നെ വലിയ വ്യത്യാസം. CMS പ്രവർത്തന ഫലങ്ങൾ സുറിയാനി സഭയുടെ, ഇവിടുത്തെ സുറിയാനി എന്ന പാരമ്പര്യമുള്ള ക്രിസ്തീയ സഭകളിൽ ഉണർവിന് കാരണമായത് തന്നെ ഇതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഫാദർ എബ്രഹാം അൽപ്പാനും അല്ലെങ്കിൽ മാറത്തനേഷ്യസും ഒക്കെ ഈ ഉണർവിന്റെ ജ്വാല പിടിച്ചാണ് അവർ പുറത്തു വന്ന് എന്ത് ചെയ്തത്, അവരുടെ സഭകളിൽ കേരളത്തിലെ ക്രിസ്തീയ സഭകളിൽ, പാരമ്പര്യ ഓർത്തഡോക്സ് സഭകളിൽ ഉണർവുണ്ടാവാൻ കാരണമായി. അത് തന്നെയാണ് സത്യത്തിൽ പിന്നീട് മർത്തോമാ സഭയുടെ ഉടലെടുപ്പിന് കാരണമായത്. നമുക്ക് പിന്നാലെ അത് പഠിക്കാം. അങ്ങനെ പറയുമ്പോൾ ഭാരതസഭയുടെ, പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ ഗതിക്ക് തന്നെ വലിയ വ്യത്യാസം വരുത്തുന്ന തരത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയ മിഷനറി സമൂഹമായിരുന്നു ആര്? CMS സമൂഹം. CMSന്റെ സഹായ മിഷൻ, CMS മിഷൻ ഓഫ് ഹെൽപ്പ്, കേണൽ മക്കാളെ, നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന ഒരാളാണ്. 1800 മുതൽ 1810 വരെ. മറ്റൊന്ന് കേണൽ മൺട്രോ, കൊല്ലത്ത് ഈ കേണൽ മൺട്രോ എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ ഓർത്തഡോക്സുകാരും മാർത്തോമക്കാരും കൂടെ അടിയുണ്ടാകുന്നതും ഇപ്പോഴത്തെ ഓർത്തഡോക്സുകാരും പാത്രിയർക്കസും കൂടെ ഉണ്ടാകുന്നതിന് കാരണക്കാരന്റെ പുലിയാണ്. കേണൽ മൺട്രോ ഭരിക്കുന്ന സമയത്ത് ഈ എബ്രഹാം അൽപ്പാന്റെയും മാർ അത്തനേഷ്യസിന്റെ ഒക്കെ സുവിശേഷ പ്രവർത്തനം ഭാരതസഭയിൽ, അവിടുത്തെ സുറിയാനി സഭകളിൽ നടക്കുന്ന കണ്ടിട്ട് അങ്ങനെ കുറെ പണം കൊടുത്തു. അതാണ് ഈ വട്ടിപ്പണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വട്ട പണവും കൊല്ലത്തെ മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലം, മൺട്രോ എന്ന് പറഞ്ഞ സായിപ്പിന്റെ പേരിൽ അറിയപ്പെടുന്നത്. തുരുത്ത് എന്ന് പറഞ്ഞാൽ റിയോട്ട്, മൺട്രോ തുരുത്ത് എന്ന് അറിയപ്പെടുന്നത്. അയാൾ അത് ഈ സഭയുടെ സുവിശേഷ പ്രവർത്തനത്തിന് കൊടുത്തതാ. അതിനെ തുടർന്നാണ് ഓർത്തഡോക്സ് സഭയിൽ ബഹളമുണ്ടായത്. ഞാനിപ്പോ അത് വിശദീകരിക്കുന്നില്ല, ഇടയ്ക്ക് സമയം പോലെ വഴിയാമെന്ന് നമുക്കത് പഠിക്കാം. അങ്ങനെ ചുരുക്കത്തിൽ ഏകദേശം മക്കാളെ പ്രഭു, കേണൽ മൺട്രോ എന്നിവർ തിരുവിതാംകൂർ കൊച്ചി റെസിഡന്റ് ആയിരുന്ന കാലത്ത് സുറിയാനി ക്രിസ്ത്യാനി കാര്യത്തിൽ താല്പര്യം കാണിച്ചു. ഏകദേശം 80,000-ഓളം വരുന്ന സുറിയാനി ക്രിസ്ത്യാനി, അക്കാലത്തെ ഏതാണ്ട് 1,00,000-ത്തിനടുത്ത 80,000-ഓളം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ ആംഗലേയർ സഭയുടെ ചോർന്ന് പ്രവർത്തിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നുണ്ട്. സുറിയാനി ക്രിസ്ത്യാനികളുടെ തലവനായിരുന്ന ദിവാന്യോസ് ഒന്നാമൻ ക്ലോഡിയസ് ബുക്കാനനോട് സുറിയാനി ബൈബിൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സുറിയാനി ഭാഷയിലുള്ള വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വരുവാനായിട്ട് ദിവാന്യോസ് ഒന്നാമൻ എന്ന് പറയുന്ന മെത്രോപോലിത്ത ആവശ്യപ്പെട്ടു. അങ്ങനെ 1807 4 സുവിശേഷങ്ങൾ സുറിയാനി ഭാഷയിൽ നിന്ന് എന്ത് ചെയ്തു, മലയാളത്തിലേക്ക് വിവർത്തനം നൽകി അച്ചടിച്ച് നൽകി. കേണൽ മൺട്രോയുടെ കാലത്ത് ഇട്ടു പറമ്പാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വൈദിക സെമിനാരി പണിയുന്നതിനായി സ്ഥലവും പണവും നൽകി. അങ്ങനെ 1815 സെമിനാരി പ്രവർത്തനം ആരംഭിച്ചു. ഈ സെമിനാരി ഞാൻ പറയുന്ന കോട്ടയത്തെ പഴയ സെമിനാരിയാണ്. 1815 മാർ ദിവാന്യോസ് രണ്ടാമൻ പുലിക്കോട്ടിൽ സെമിനാരിയിൽ പഠിപ്പിക്കുന്നതിനും സഭയിൽ നവീകരണം വരുത്തുന്നതിനുമായി മിഷനറിമാരെ അയക്കുന്നതിന് ആവശ്യപ്പെട്ടു. തോമസ് നോർട്ടൺ, ബെഞ്ചമിൻ വിവിലി, ജോസഫ് പെൻ, ഹെൻറി ബേക്കർ എന്നീ CMS മിഷനറിമാർ തിരുവിതാംകൂറിലെത്തി സെമിനാരിയിൽ പഠിപ്പിക്കുകയും സുറിയാനി സഭകളിൽ പ്രസംഗ പര്യടനം നടത്തുകയും ചെയ്തു പോകുന്നു. ദിവാന്യോസ് മൂന്നാമൻ അല്ലെങ്കിൽ പുന്നപ്ര മെത്രാൻ എന്നറിയപ്പെടുന്ന ആളും മിഷനറിമാരുമായി സഹകരിച്ച് പ്രവർത്തിച്ചു പോകുന്നു.
ജോസഫൻ സെമിനാരിയുടെ പ്രിൻസിപ്പാളായി സേവനമനുഷ്ഠിച്ചു വന്നു. മിഷന്മാരുടെ ദൗത്യം പുതിയ സഭ സ്ഥാപിക്കുക എന്നതായിരുന്നില്ല, മറിച്ച് സുറിയാനി ക്രിസ്ത്യാനിയുടെ ഇടയിൽ സത്യവചനം പഠിപ്പിക്കുന്നതിനും സഭയെ നവീകരിക്കുന്നതിനും വേണ്ടിയായിരുന്നു അവർ ശ്രമിച്ചത്. മെത്രാനായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും സഭയുടെ ഭരണപരമായ കാര്യങ്ങൾ ഇടപെടാതിരിക്കുകയും ചെയ്യുന്നതിന് നിഷ്കർഷിച്ചിരുന്നു. ജോസഫൻ, ബെയ്ലി ബേക്കർ തുടങ്ങിയവർ പരസ്യ വിമർശനം ഒഴിവാക്കി അനാവശ്യമായ വെറുസലുകളിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ സുറിയാനി പ്രാർത്ഥനാ പുസ്തകം കുർബാനക്രമം മലയാളത്തിൽ വിവർത്തനം ചെയ്ത് ഇടവക്കാർക്ക് നൽകിയതും പള്ളികളിൽ നിന്ന് പ്രതിമ നീക്കം ചെയ്തതും പ്രശ്നങ്ങൾക്ക് കാരണമായി. ഇങ്ങനെ വന്ന മിഷന്മാർ എന്ത് ചെയ്തു? യൂറോപ്പിൽ നിന്ന് വന്നവർ ചില കാര്യങ്ങൾ ഇവിടുത്തെ പട്ടത്ത് സഭകളായ ഓർത്തഡോക്സ് സഭകളിൽ വരുത്താൻ ശ്രമിച്ചു. അതായത് അവരുടെ കുർബാനക്രമം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. സുറിയാനി ഭാഷയിലായിരുന്നു. അത് അവർ ഇഷ്ടപ്പെട്ടില്ല. ഇന്നും ഓർത്തഡോക്സ് സഭയിൽ ആരാധനക്രമം ഏത് ഭാഷയിലാണ്? സുറിയാനി ഭാഷയിലാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ സുറിയാനി ഭാഷയിലേക്ക് പുസ്തകക്രമം അല്ലെങ്കിൽ അവരുടെ കൈപ്പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തും പോലെ പള്ളിയിലൊക്കെ വെച്ചിരിക്കുന്ന കന്യാമറിയാമത്തിന്റെയും മറ്റിതര ഈ അപ്പോസ്തലന്മാരുടെയും പ്രതിമകൾ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മിഷന്മാരും ദിവാന്യോസ് മെത്രാമൻ മൂന്നാമനും മുമ്പലത്തെ പോലെ തന്നെ സ്നേഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മറ്റു മിഷന്മാർ അവധിക്ക് പോയ സമയത്ത് 1834 വർഷങ്ങളിൽ വന്ന മിഷന്മാരിൽ ജോസഫ് പീറ്റ് മുതലായ ആളുകൾ സുറിയാനിക്കാരുടെ മറിയാമിനോടുള്ള പ്രാർത്ഥന, അമ്മയോടുള്ള പ്രാർത്ഥന, ഇന്ന് കത്തോലിക്കരെ നിർത്തൽ ചെയ്തു, പക്ഷെ ഓർത്തഡോക്സുകാർ നിർത്തിയിട്ടില്ല. അമ്മയോടുള്ള പ്രാർത്ഥന പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പെരുന്നാളുകൾ, മറ്റ് അന്ധവിശ്വാസികൾ ഇതിനെ പരസ്യമായി വിമർശിച്ചു. അത് പല എതിർപ്പുകൾക്കും കാരണമായി. 1825 വാഴിക്കപ്പെട്ട ദിവാന്യോസ് നാലാമൻ, അദ്ദേഹത്തെയാണ് ചേപ്പാട് മെത്രാൻ എന്നറിയപ്പെടുന്നത്, മിഷന്മാർക്കെതിരെ തിരിഞ്ഞു. ചേപ്പാട് മെത്രാൻ പറഞ്ഞു, മിഷന്മാരും ഞങ്ങളെ സഹായിക്കണ്ട, നിങ്ങൾ പറയുന്നൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കൽക്കട്ടയിലെ ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്ന വിൽസൺ 1835 തിരുവിതാംകൂർ സന്ദർശിക്കുകയും ചില നിർദ്ദേശങ്ങളും വാഗ്ദാനങ്ങളും മെത്രോപാലിത്തയുടെ മുന്നിൽ വെച്ചു. എന്നാൽ 1836 ജനുവരിയിൽ മാവേലിക്കര് കൂടിയ സഭാ സൂനോദോസ് അവയെ പൂർണ്ണമായി നിരാകരിച്ചു. ഈ സംഭവം സ്ഥിതി വീണ്ടും വഷളാക്കി. എന്നാലും ഈ ജനങ്ങളുടെ ഇടയിൽ കുറെ നവീകരണം സംഭവിച്ചു. അങ്ങനെ നവീകരണ തൽപരരായ കുറെ പട്ടക്കാര് ഈ ഓർത്തഡോക്സ് സഭാ സമൂഹത്തിലുണ്ടായിരുന്നു. അവർ കുർബാനക്രമാനം പരിഷ്കരിക്കാനും പല പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് ശ്രമിച്ചു. മിഷന്മാർ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. 1837 മിഷന്മാർ പള്ളിയിൽ പ്രസംഗിക്കുന്ന മറ്റും വിലക്കിക്കൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ കൽപ്പന വന്നു. ഈ വിദേശത്ത് വന്ന മിഷന്മാർ ഇനി പട്ടത്ത സഭകളിൽ ഓർത്തഡോക്സ് സഭകളിൽ പ്രസംഗിക്കരുതെന്ന മെത്രാന്റെ കൽപ്പന വന്നു. എന്നാൽ സെമിനാരിയുടെ വസ്തുത സംബന്ധിച്ചും പണസംബന്ധ കാര്യങ്ങളും പലവിധ പ്രശ്നങ്ങളും തീർപ്പുകളും എല്ലാം ഇതിനോടനുബന്ധിച്ച് ഉണ്ടാക്കേണ്ടി വന്നു. അവ ഇവിടെ വിവരിക്കുന്നു. എന്നാൽ മിഷന്മാർ ക്രിസ്ത്യാനികളുടെ ഇടയിലെ പ്രവർത്തനം നിർത്തിയിട്ട് 1838 ക്രിസ്തേതരുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹൈസ്കൂൾ, കോളേജ് അതുപോലുള്ള സുവിശേഷീകരണ പ്രക്രിയകൾ നടത്തിക്കൊണ്ട് മിഷന്മാർ കേരളത്തിൽ തുടർന്നു. പല സഭകളും സ്ഥാപിക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യ ദൈവസഭ രൂപം കൊണ്ടപ്പോൾ മിഷന്മാരുടെ പ്രവർത്തനമായി രൂപമെടുത്ത എല്ലാ സഭകളും CSA സഭയുടെ ഭാഗമായി. ഇനിയാണ് രസകരമായ കാര്യം. മിഷന്മാരുടെ പഠിപ്പിക്കലുകളും സ്വാധീനം ചെലുത്തുന്ന നവീകരണ തൽപരരായ പട്ടക്കാരും വിശ്വാസികളും സുറിയാനി സഭയിൽ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ആര്? എബ്രഹാം മൽപ്പാൻ, മർത്തോമാ സഭയുടെ ഉടലെടുക്കുന്ന കാര്യമായി ഇനി പറയാൻ പോകുന്നത്. എബ്രഹാം മൽപ്പാൻ, മാർ അത്തനേഷ്യസ് മുതലായവർ അവർ സഭയെ നവീകരണത്തിലേക്ക് നയിക്കുവാനുള്ള യത്നം ആരംഭിച്ചു. അവരിൽ പ്രധാനി മാരാമൻ പള്ളി വികാരിയും സെമിനാരിയിലെ അധ്യാപകനുമായി എബ്രഹാം മൽപ്പാൻ ആയിരുന്നു. മാരാമൻ പള്ളി വികാരിയും സെമിനാരിയിലെ പ്രധാനിയുമായിരുന്ന എബ്രഹാം മൽപ്പാൻ. അദ്ദേഹം സുറിയാനി കുർബാനക്രമം തസ്ക പരിഷ്കരിച്ചു. പള്ളിയിലെ വിഗ്രഹം കിണറ്റിലിട്ടു. പള്ളിയിലെ വിഗ്രഹം എടുത്ത് മാരാമൻ പള്ളിയിലെ വിഗ്രഹം എടുത്ത് എവിടിട്ടു? കിണറ്റിലിട്ടു. പള്ളിയിൽ കൊണ്ടാടിക്കൊണ്ടിരുന്ന പെരുന്നാൾ 1837 നിർത്തലാക്കി. ദിവാന്യോസ് നാലാമൻ മെത്രോപാലിത്ത തന്നെ സ്ഥാനഭ്രഷ്ടനാക്കി. എന്നാൽ അന്നത്തെ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലിത്ത എബ്രഹാം മൽപ്പാൻ എന്ത് ചെയ്തു? സ്ഥാനഭ്രഷ്ടനാക്കി. എന്നാൽ മൽപ്പാൻ തന്റെ നവീകരണ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന, ചാത്തം, പരിശുദ്ധന്മാരോടുള്ള അപേക്ഷ എന്നിവ നിർത്തലാക്കി. അങ്ങനെ മൽപ്പാൻ അതിനെതിരെ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗങ്ങൾ വഴിയും സൺഡേ സ്കൂൾ വഴിയും വേദവസ്തു പരിജ്ഞാനം ജനങ്ങൾക്ക് നൽകുവാൻ അദ്ദേഹം ശ്രമിച്ചു. മൽപ്പാൻ തന്റെ അനന്തവനായ മാത്യു ഷമ്മാശനെ, അയാളാണ് പിന്നീട് മാർ അത്തനേഷ്യസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാത്യു ഷമ്മാച്ചനെ 1841 സുറിയായിലേക്ക് അയച്ചു. 1843 മാത്യൂസ് മാർ അത്തനേഷ്യസ് എന്ന പേരോടുകൂടി അന്ത്യോക്യ പാർത്രാക്സിൽ മെത്രനായി വാഴിക്കപ്പെടുകയും അദ്ദേഹം വാഴിക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരികയും ചെയ്തു.
തുടർന്ന് മെത്രാസ്ഥാനത്തിനായി നടന്ന മത്സരത്തിൽ രാജകീയ വിളംബരത്തിൽ മാത്യൂസ് മാർ അത്തനേഷ്യസ് മെത്രാപ്പോലിത്തയായി തീർന്നു. അങ്ങനെ കേരളത്തിലെ സഭയുടെ മെത്രാപ്പോലിത്ത അത്തനേഷ്യസ് ആയി തീർന്നു. തന്റെ കാലഘട്ടത്തിൽ നവീകരണം സഭയിൽ പ്രബലപ്പെടുകയും ചെയ്തു. എന്നാൽ ദിവാന്യോസ് അഞ്ചാമൻ മെത്രാപ്പോലിത്ത ആവശ്യപ്പെട്ട അനുസരിച്ച് 1875 അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ആയിരുന്ന മോറൻ വാർ പീറ്റർ ഇഗ്നേഷ്യസ് ഇന്ത്യയിലെത്തി. ആദ്യമായി ഇന്ത്യയിലെത്തിയ പാത്രിയാർക്കീസ്, ഇന്ന് ഓർത്തഡോക്സും പാത്രിയാർക്കീസും തമ്മിൽ അടി തുടങ്ങുന്ന ഇവിടുന്നാണ്. ഇന്നത്തെ അടിയുടെ ആരംഭം ഇവിടുന്നാണ്. അങ്ങനെ പാത്രിയാർക്കീസ് ഇന്ത്യയിൽ വന്നു. മുളന്തുരുത്തിൽ സുനോദോസ് വിളിച്ചുകൂട്ടി. അത്തനേഷ്യസ് മെത്രാനെ മുടക്കുകയും സിറിയൻ ക്രിസ്ത്യൻ അസോസിയേഷന്റെ അധ്യക്ഷനും സഭയുടെ മുടക്കുകയും സിറിയൻ ക്രിസ്ത്യൻ അസോസിയേഷന്റെ അധ്യക്ഷനും സഭയുടെ മെത്രാപ്പൊലീത്തയുമായി അങ്ങനെ അത്തനേഷ്യസിനെ മുടക്കി. തുടർന്ന് പാത്രിയാർക്കീസ് മടങ്ങിപ്പോയ 1877 തന്നെ മാത്യൂസ് മാർ അത്തനേഷ്യസും മരിച്ചു. അങ്ങനെ ഈ അത്തനേഷ്യസും മരിച്ചു. തോമസ് മാർ അത്തനേഷ്യസിന്റെ നവീകരണ ആശയക്കാരുടെ മെത്രാപ്പൊലീത്തയെ വാഴിക്കപ്പെടും. തുടർന്ന് മലങ്കര മെത്രാപ്പൊലീത്ത ദിവന്യോസ് അഞ്ചാമനും നവീകരണ വിഭാഗങ്ങളും കോടതി, അങ്ങനെയാണ് കേസ് വന്നത്. അതിന് കാരണം വട്ടപ്പണി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കേസ് കോടതി വ്യവഹാരത്തിൽ അങ്ങനെ നവീകരണ വിഭാഗക്കാർ പരാജയപ്പെട്ടു. അങ്ങനെ യാതൊരു വസ്തുതയില്ലാത്തവരായി അവർ തീർന്നു. എന്നാൽ അവർ നവീകരണ ആശയങ്ങൾ ഉൾക്കൊണ്ട് സുറിയാനി സഭയിൽ നിന്ന് മാറി പ്രവർത്തിച്ച് അങ്ങനെ ആരംഭിച്ച സഭകളാണ് മാർത്തോമാ സിറിയൻ ചർച്ച് എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നു. ഈ സഭ പൗരസ്ത്യ ദേശത്ത് നവീകരിക്കപ്പെട്ട സഭയായി നിലകൊള്ളുന്നു. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ മധ്യസ്ഥത, വിഗ്രഹങ്ങൾ, ഇതൊന്നും ഈ സഭയിൽ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ അപ്പോസ്തലിക പിന്തുടർച്ച, അവര് എപ്പിസ്കോപ്പസി നിലനിർത്തുന്നു. അപ്പോസ്തലിക പിന്തുടർച്ചയും ശിശുസ്നാനവും പട്ടത്വവും ഈ സഭകൾ നിലനിർത്തി വരുന്നു. ഇനി മിഷന്മാരുടെ സംഭാവനകളാണ്. ഭാരതഭൂമിയിൽ സുവിശേഷം അറിയിക്കുന്നതിനായി എത്തിയ മിഷണറി സമൂഹങ്ങളെല്ലാം തന്നെ വിവിധ നിലകളിൽ സാമൂഹ്യ സേവനങ്ങളിൽ വ്യാപൃതരായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സ്ഥാപിച്ചത് കൂടാതെ ശൈശവ വിവാഹം, ശിശുഹത്യ, സതി മുതലായവ സാമൂഹ്യ തിന്മകൾക്കെതിരെ നിലകൊണ്ടതിന്റെ ഫലമായി അനേക മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ആധുനിക ശാസ്ത്രവിജ്ഞാനങ്ങളിലും അകൃഷ്ടരായ രാജാറാം മോഹൻ റായ്, പണ്ഡിത രമാഭായി ആദിയായവർ സമൂഹത്തിന്റെ പരിവർത്തനങ്ങൾക്കും ഉന്നമനത്തിനുമായി ധാരാളം യത്നിച്ചു. മിഷന്മാരുടെ പ്രവർത്തന ഫലമായി അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാകുകയും അവ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തു. ഇന്ത്യൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന സെനാന ബൈബിൾ ആൻഡ് മെഡിക്കൽ മിഷൻ സ്ത്രീകളുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ശ്രദ്ധ ചെലുത്തി. അവരാണ് സ്ത്രീകളെയും പഠിപ്പിക്കണം, സ്ത്രീകളും അടുക്കളയിൽ ഒതുങ്ങേണ്ടവരല്ല, വിദ്യാഭ്യാസം ചെയ്യേണ്ടവരാണ് എന്ന നിർബന്ധം സെനാന ബൈബിൾ ആൻഡ് മെഡിക്കൽ മിഷൻകാരുടെ പ്രവർത്തനമായിരുന്നു. ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസത്തിനും വൈദ്യശാസ്ത്ര രംഗത്ത് ഗണ്യമായ സംഭാവനകൾ നൽകുന്നതിനും ഇവിടെ പ്രവർത്തിച്ചിരുന്ന മിഷണറി സമൂഹങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന സ്ത്രീ നേഴ്സന്മാരിൽ 99% ആരായിരുന്നു? ക്രിസ്ത്യാനികളായിരുന്നു. അതാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ മിഷന്മാരുടെ പ്രവർത്തനപരമായി ഉണ്ടായ നേട്ടം അതാണ്. ആതുര സേവന രംഗത്തേക്ക് ധാരാളം സ്ത്രീകൾ കടന്നു വന്നു. 1836 ജോൺ സ്കഡർ അമേരിക്കൻ ബോർഡിന്റെ ആദ്യ വൈദ്യശാസ്ത്ര മിഷനറിയായി മദ്രാസിലെത്തി. നിങ്ങൾക്കറിയാം, സ്കഡറിന്റെ പേര് നിങ്ങൾ ഇനിയും കേൾക്കും. തുടർന്ന് 1838 LMS തെക്കൻ തിരുവിതാംകൂറിലെ നെയ്യൂരിലും, 840 ബാപ്റ്റിസ്റ്റ് മിഷന്മാർ ബംഗാളിലും, 1842 പഞ്ചാബിലെ ലുധിയാനയിലും പ്രവർത്തനം ആരംഭിച്ചു. സാമൂഹ്യ നിങ്ങൾക്കറിയാം, പഞ്ചാബിൽ ലുധിയാനയിലുള്ളതായ മെഡിക്കൽ കോളേജ്, വെല്ലൂർ മെഡിക്കൽ കോളേജ്, നെയ്യൂരിലുള്ള ഹോസ്പിറ്റൽ, ഇതൊക്കെ മിഷന്മാരുടെ പ്രവർത്തന ഫലമായി ഉണ്ടായതാണ്. ഇന്നും കേരളത്തിൽ, ഇന്ത്യയിൽ പ്രസിദ്ധമായ 2 മെഡിക്കൽ കോളേജുകളാണ്. ഏത്? വെല്ലൂർ മെഡിക്കൽ കോളേജും ലുധിയാന മെഡിക്കൽ കോളേജും. സാമൂഹ്യ സേവനങ്ങളിൽ പല മിഷനറി മുഖങ്ങൾ ഒന്നിച്ച് പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. സാമൂഹ്യ സേവന പല മിഷന്മാർ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതിയാണ്. ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റ് സംഘടനകളുമായി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഉദാഹരണമായി 14 മിഷൻ സമൂഹങ്ങൾ ചേർന്ന് ആന്ധ്രയിൽ ആരംഭിച്ച 14 മിഷനറി സൊസൈറ്റി, LMS പോലെ CMS പോലുള്ള 14 മിഷനറി സൊസൈറ്റികൾ ചേർന്ന് ആന്ധ്രയിൽ ആരംഭിച്ച ആരോഗ്യവനം യൂണിയൻ മിഷൻ, ട്യൂബർകുലോസിസ് സാനിറ്റോറിയം 1915. അതുപോലെ ബാംഗ്ലൂരിലെ UTC, ഞാൻ പഠിച്ച കോളേജ്, യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ്, അങ്ങനെ പല മിഷനറി സംഘങ്ങൾ ഒന്നിച്ചു ചേർന്ന്, പ്രൊട്ടസ്റ്റന്റുകാരും CSAക്കാരും CNAക്കാരും ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് ആരംഭിച്ച മിഷനറി അല്ലെങ്കിൽ ബൈബിൾ കോളേജാണ്
UTC എന്നറിയപ്പെടുന്ന യുണൈറ്റഡ്, അതുകൊണ്ടാണ് യുണൈറ്റഡ് എന്ന് പേരിട്ടത്, യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ്. അങ്ങനെ ഒത്തിരി മെഡിക്കൽ കോളേജുകളും സെമിനാറുകളും സ്ഥാപിച്ചു, വിദ്യാഭ്യാസം നൽകി, ഹിന്ദുമത വിശ്വാസത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ബോധ്യമാക്കി അവരെ ക്രൈസ്തവരാക്കി എടുക്കാം എന്നുള്ള ഉദ്ദേശം എത്രത്തോളം സഫലമായി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിൽ ഒരു ചെറിയ പങ്ക് മാത്രമേ ക്രിസ്ത്യാനികളായുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? അവരുടെ മതങ്ങളെ നവീകരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഹൈന്ദവ മതത്തിന്റെ നവീകരണത്തിന് മുൻതിരിഞ്ഞിറങ്ങിയ ആളാണ് സ്വാമി ദയാനന്ദ സരസ്വതി, ആര്യ സമാജ സ്ഥാപകൻ എന്ന് നിങ്ങൾക്ക് അറിയാം. 19-20 നൂറ്റാണ്ടുള്ള ഭാരതത്തിലെ ക്രിസ്ത്യ സഭയുടെ വളർച്ച അവിടെവിടങ്ങളായി ഒറ്റപ്പെട്ട മതപരിവർത്തനങ്ങളായിരുന്നു, മാസ് മൂവ്മെന്റുകളായിരുന്നത് കാണാം. JW പിക്കറ്റിന്റെ വിവരണപ്രകാരം 1673 900-ഓളം 1673 മാത്രം റോമൻ കത്തോലിക്കരുണ്ടായിരുന്ന ഇന്ത്യയിൽ 1961 ആയപ്പോഴേക്കും 64,84,000 അംഗസംഖ്യ ഉണ്ടായി. എന്നാലോചിച്ച് നോക്കി, ഇതിൽ പകുതിയിലധികം കൂട്ടത്തോടെയുള്ള മതപരിവർത്തനമായിരുന്നു. പിക്കറ്റിന്റെ കണക്കനുസരിച്ച് 70% പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ മാസ് മൂവ്മെന്റിന്റെ ഫലമായി ക്രിസ്ത്യാനികളായവരാണ്. കൂടെ ഉണ്ടായിരുന്ന ക്ഷാമവും നിലവിലിരുന്ന ജാതി വ്യവസ്ഥയും സാമൂഹ്യ പരിവർത്തനങ്ങൾക്കായി മതപരിവർത്തനം നടത്തുന്നതിന് പ്രേരിപ്പിച്ച ഘടകങ്ങളായിരുന്നു. നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥയും ക്ഷാമം, ജാതി വ്യവസ്ഥ, ഇതൊക്കെ ആളുകളെ കൂട്ടത്തോടെ മതപരിവർത്തനത്തിനെ പ്രേരിപ്പിച്ചു. കൂട്ടത്തോടെ മരുവൻ നടത്തുന്നത് താനെ ആദ്യക്കാരുടെ ഇടയിലായിരുന്നു എന്നുള്ളത് അഭിപ്രായം ശരിവെക്കുന്നതിന് അനുകൂലിക്കുന്നു. എന്നാൽ ഇപ്രകാരമുള്ള മതപരിവർത്തനങ്ങൾ ക്രിസ്തീയ മൂല്യങ്ങളെ വേണ്ട പോലെ അറിവ് സമ്പാദിക്കാതെയായിരുന്നു എന്നതിന് സംശയമില്ല. പിന്നീട് ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ ജാതി ധരിച്ചുള്ള വേർതിരിവ് പ്രത്യക്ഷപ്പെടുന്നു. അവർ ഉദ്ദേശിച്ചതും സാമൂഹ്യ ഉന്നമനം കൈവരിക്കുന്നതിന് സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാവുന്നു. ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആവശ്യമായ സഹായങ്ങൾ നൽകുവാനായി മിഷണറിമാർ നൽകിയ സേവനം വിലപ്പെട്ടതായിരുന്നു. ക്ഷാമം കൊടുക്കുന്ന കാലം കേരളം ഉണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേരളത്തിൽ ക്ഷാമം ഉണ്ടായിട്ട് 99 വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് മരച്ചീലയുടെ ഇല വരെ ആളുകൾ വാട്ടിത്തിന്ന ചരിത്രമുണ്ട്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ സങ്കടകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വലിയ മാറ്റം വരുത്തുവാൻ മിഷന്മാരുടെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതത്തിൽ പ്രവർത്തിച്ച മിഷന്മാർ സാഹിത്യ രംഗത്ത് വളരെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഭാരത ഭാഷകൾ പഠിച്ചു. സുവിശേഷ പ്രതികൾ, ബൈബിൾ, ഗ്രാമർ പുസ്തകങ്ങൾ, നിഘണ്ടുക്കൾ എന്നിവ പ്രസിദ്ധീകരിച്ചു. ഭാരതീയ സഭയുടെ ചിന്തകളും വിശ്വാസാചാരങ്ങളും പാശ്ചാത്യ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന പ്രയത്നങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. വില്യം കേരി, ബെർത്തലോമി സെയിൻബാഗ്, ഫിലിപ്പ് ഫെബ്രീഷ്യസ്, റോബർട്ട് ഡി നൊബിലി, അലക്സാണ്ടർ ഡഫ്, ഇവരുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അടുത്തത് സുറിയാനി ക്രിസ്ത്യാനികളുടെ 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ചരിത്രം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, കത്തോലിക്കരുമായുള്ള ബന്ധത്തിൽ ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾ കൂനം കുരിശ് യാത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ. കുരിശിൽ ഉദയംപുരൂരെ കുരിശിൽ ആരാത്തി കെട്ടി ഞങ്ങളുടെ കുഞ്ഞുകുട്ടി വരാതിരുന്ന കാലത്തോളം ഞങ്ങളും കത്തോലിക്കരുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പു പറഞ്ഞവർ. പിൽക്കാലത്ത് ലണ്ടൻ ഈ പ്രൊട്ടസ്റ്റന്റ് മിഷന്മാർ ഇന്ത്യയിൽ വന്നപ്പോൾ സുറിയാനി സഭകളിൽ സുവിശേഷ പ്രവർത്തനം നടത്തി. അതിന്റെ ഫലമായിട്ടാണ് സുറിയാനി സഭയിൽ നിന്ന് മാർത്തോമാ സഭയുണ്ടായത്. എന്നാൽ കാലം കുറെ കഴിഞ്ഞപ്പോൾ സുറിയാനി സഭ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി. നമ്മൾ ആ പ്രശ്നങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. മർത്തോമാ മെത്രോമാരുടെ കാലം 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ആഗമനവും കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ ഒന്നാകെ 1599 ഉദയംപേരൂരിലെ സുന്നദോസിലൂടെ റോമൻ കത്തോലിക്കരാക്കുന്നതിന് കഴിഞ്ഞതും തുടർന്ന് 1653 കൂനംകുരിശ് സത്യത്തിലൂടെ റോമാസഭയുടെ അടിമത്തത്തിൽ നിന്ന് മലങ്കര സഭ സ്വതന്ത്രമായി. മർത്തോമാ മെത്രോപാലിത്തമാരുടെ ഭരണത്തിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ചരിത്രം നാം നേരത്തെ പഠിച്ചുവല്ലോ. 1653 പഹലോമറ്റം കുടുംബത്തിൽ നിന്ന്, നിങ്ങൾക്കറിയാം, തോമസ് ലീഗ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യം ക്രിസ്ത്യാനിയായ ഒരു ബ്രാഹ്മണ കുടുംബമാണ് പഹലോമറ്റം കുടുംബം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ പഹലോമറ്റം കുടുംബത്തിൽ നിന്ന് മർത്തോമാ ഒന്നാമൻ എന്ന പേരോടുകൂടി 12 പേർ ചേർന്ന് മട്ടാഞ്ചേരിയിലെ ആലങ്കാട്ട് പള്ളിയിൽ വെച്ച് മെത്രാനായി അഭിഷേകം ചെയ്ത മെത്രാപ്പൊലിത്തയ്ക്ക് പാത്രിയാർക്കീസിന്റെയോ ഇതര മെത്രാമാരുടെ കൈവപ്പ് കൂടാതെയുള്ള അഭിഷേകമായിരുന്നു എന്ന് നാം കണ്ടുവല്ലോ. ഈ മെത്രാഭിഷേകത്തിന് പിന്നിൽ ഉറച്ചിരുന്ന പലരും ഈ നടപടിയുടെ ഇതൊരു വലിയ വിഷയം, കൈവപ്പ്. ഇതാണല്ലോ പട്ടസഭയുടെ ഒരു പാരമ്പര്യം. ഇതിനെ മെത്രാമാരുടെ കൈവപ്പ് കൂടാതെയുള്ള അഭിഷേകമായിരുന്നു കണ്ടു. ഈ മെത്രാഭിഷേകത്തിന് പിന്നിൽ ഉറച്ചിരുന്ന പലരും ഈ നടപടിയുടെ സാധുതയെ സംശയിക്കുന്നതിനിടയായി. ഭരണപരമായ കാര്യങ്ങളിൽ മെത്രാനെ സഹായിക്കുന്നതിന് നിയോഗിച്ച 4-അംഗ വൈദിക കമ്മിറ്റിയിൽ കടവിലച്ചാണ്ടി, പള്ളിവീട്ടിൽ ചാണ്ടി എന്നിവർ അധികം താമസിക്കാതെ റോമൻ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിപ്പോയി. ഈ മടങ്ങിപ്പോക്കിന് പിന്നിൽ കർമ്മലീത്ത എന്ന് പറയുന്ന കത്തോലിക്കരുടെ
ആ മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തന ഫലമായിരുന്നു എന്ന് നാം മനസ്സിലാക്കും. ശരിയായ നടപടിക്രമത്തിലൂടെ മെത്രാഭിഷേകം ലഭിച്ച മെത്രാൻ മലങ്കര സഭയെ നയിക്കുന്നതിനും ശരിയായ വിധം മെത്രാഭിഷേകം നടത്തുന്നതിന് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാക്കോബ് ബുർഥാനയുടെ വിശ്വാസം, കർത്താവിനെ കുറിച്ചുള്ള ഏക സ്വഭാവ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന സഭയുടെ അംഗമായിരുന്ന മാർ ഗ്രിഗോറിയസ് എന്ന പേരോടുകൂടിയ ഒരു പരദേശ മെത്രാൻ മലങ്കരയിലെത്തി. അദ്ദേഹത്തിൽ നിന്നും മർത്തോമാ മെത്രാൻ കൈവപ്പ് സ്വീകരിക്കുകയും അത് മലങ്കരയിൽ ഉണ്ടായ സഭ യാക്കോബായ സഭ എന്ന പേര് ഉണ്ടാകുവാൻ കാരണമാകുകയും ചെയ്തു. മലങ്കര ക്രിസ്തീയ സഭയെ യാക്കോബ സഭ എന്ന് വിളിക്കാൻ കാരണം ഈ മാർ ഗ്രിഗോറിയസ് എന്ന് പറയുന്ന ഒരാള് കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ മെത്രാന് കൈവപ്പ് കൊടുത്തു. ഇങ്ങനെ ഇവിടുത്തെ ഓർത്തഡോക്സ് വിഭാഗങ്ങളെ മൊത്തത്തിൽ യാക്കോബായ സഭ എന്ന് പേര് വരുവാൻ കാരണമായി. തുടർന്ന് മർത്തോമാ രണ്ടാമൻ 1685 മുതൽ 1686 വരെ, മർത്തോമാ മൂന്നാമൻ 1686 മുതൽ 688 വരെ, മർത്തോമാ നാലാമൻ 1688 മുതൽ 1728 വരെ, മർത്തോമാ അഞ്ചാമൻ 1728 മുതൽ 1765 വരെ. അങ്ങനെ സുറിയാനി സഭയുടെ ഭരണം ഇവർ നിർവഹിച്ചു. 1765 മർത്തോമാ ആറാമൻ മെത്രാനായി. ഇന്ത്യയിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം മാർ ബെസേലിയസ്, മാർ ഗ്രിഗോറിയസ്, മാർ ഇവാനിയസ് എന്നിവർ 1751 ഇന്ത്യയിൽ എത്തുകയും അവരിൽ മാർ ഗ്രിഗോറിയസ് 1770 മർത്തോമാ ആറാമനായ മെത്രാപ്പൊലീത്ത മാർ ദിവാനിയോസ് എന്ന പേരോടുകൂടി വീണ്ടും അഭിഷേകം ചെയ്യുകയുണ്ടായി. ശരിയാവിധം അഭിഷിക്തനായാൽ എല്ലാ സുറിയാനി വിശ്വാസികളെയും തന്റെ കീഴിൽ നിർത്തുവാൻ കഴിഞ്ഞേക്കാം എന്ന വിചാരമാണ് വീണ്ടും അഭിഷിക്തനാകുന്നതിന് തന്നെ പ്രേരിപ്പിച്ച സംഗതി. ദിവാനിയോസ് ഒന്നാമന്റെ കാലത്താണ് CMS സഹായ മിഷൻ സുറിയാനിക്കാരുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അവരെ വിലക്കിയതും അദ്ദേഹമാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിപ്പോ പറഞ്ഞതാണ്. നവീകരണവും മർത്തോമാ സഭയുടെ ഉത്ഭവവും നാം ഒന്ന് പറഞ്ഞതാണ്, അതൊന്നുകൂടെ വിസ്തീരിച്ച് പറയുകയാണ്. ദിവാനിയോസ് ഒന്നാമൻ ആറാം മർത്തോമാ മെത്രാപ്പൊലീത്ത 1808 കാലം ചെയ്യുകയും തുടർന്ന് മർത്തോമാ ഏഴാമൻ 1808, എട്ടാമൻ 1809 മുതൽ 816 വരെ, ഒമ്പതാമൻ 1816 മുതൽ 1817 വരെ എന്നിവർ മെത്രാന്മാരായി മലങ്കര സഭയെ നയിച്ചു, മലങ്കര ക്രിസ്തീയ സഭയെ. 1817 പുലിക്കോട്ട് മെത്രാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാർ ദിവാനിയോസ് രണ്ടാമനും തുടർന്ന് 1818 മുതൽ 1827 വരെ മാർ ദിവാനിയോസ് മൂന്നാമനും പൂനത്ര മെത്രാൻ എന്നറിയപ്പെടുന്നു. തുടർന്ന് 1852 വരെ മാർ ദിവാനിയോസ് നാലാമനും ചേപ്പാട് മെത്രാനും മലങ്കര സഭാഭരണം നിർവഹിച്ചു. മാർ ദിവാനിയോസ് നാലാമന്റെ കാലത്താണ് CMS മിഷനുമാരുമായി ഉണ്ടായ ബന്ധം ഉലഞ്ഞു. ആരാധനക്രമം പരിഷ്കരിക്കാനും നവീകരണാശയം ഒക്കെ ഉൾക്കൊള്ളാനും തീരുമാനിച്ചു. എന്നാൽ 1836 മാവേലിക്കര കൂടി നമ്മൾ പറഞ്ഞതാണ്, സുനോദോസിൽ വെച്ച് അത് തള്ളിക്കളഞ്ഞിട്ട് ഈ നവീകരണ ആശയക്കാർ സഭയിൽ ഇനി വേണ്ടെന്ന് പറഞ്ഞ് സഭയിൽ നിന്ന് അവരെ വിദേശ മിഷന്മാരെ മാറ്റി നിർത്തിയ മലങ്കര ക്രിസ്തീയ സമൂഹം. എന്നാൽ ആ സമൂഹത്തിൽ അകൃഷ്ടനായ അബ്രഹാം അൽപ്പാനും അയാളുടെ ശേഷക്കാരനും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ നവീകരണ ആശയങ്ങളുടെ പ്രചാരണം പിൽക്കാലത്ത് മർത്തോമാ സഭ ഉണ്ടാകുവാൻ കാരണമായി എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. യാക്കോബായ മർത്തോമാ എന്നിങ്ങനെ രണ്ട് ശാഖകളായി കുറെ കാലം ഭിന്നിച്ചിരുന്ന സുറിയാനി സഭ നാം പറഞ്ഞല്ലോ, കോടതി വിധി നിമിത്തമാണ് മർത്തോമാ സഭ ഉണ്ടായത്. രണ്ട് പ്രത്യേക സമൂഹങ്ങളായി തിരിയുന്നതിനിടയിൽ എന്നാൽ നവീകരണ ആശയങ്ങൾ ഉൾക്കൊണ്ടവർ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി അങ്ങനെ മർത്തോമാക്കാര് നവീകരണ ആശയം ഉൾക്കൊണ്ടാരാകിയാൽ അവർ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി വസ്തുക്കൾ സമ്പാദിക്കുന്നതിനും സെമിനാരി സ്ഥാപിക്കുന്നതിനും കോട്ടയത്തെ മർത്തോമാ സെമിനാരി ഇടയായി. 1889 1889 രൂപം കൊണ്ട മർത്തോമാ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ സുവിശേഷ പ്രവർത്തനം വളരെ പരിശ്രമിച്ചിരുന്നു. 1895 മുതൽ മാരാമണ്ണിൽ വെച്ച് നടത്തപ്പെടുന്ന കൺവെൻഷൻ ലോക പ്രസിദ്ധമാണ്. മറന്നുപോകരുത്, 1895 മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്നത്. ഈസ്റ്റേൺ ചർച്ചസിലെ പൗരസ്ത്യ സഭയിലെ നവീകരിക്ക സഭയപ്പെട്ട സഭയായി ഇന്നും മർത്തോമാ സഭ നിലകൊള്ളുന്നു. തിരുവചനത്തിന് മറ്റ് കർമാനുഷ്ഠാനങ്ങളിൽ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് ഈ സഭ വിശ്വസിക്കുന്നത്. സുറിയാനി സഭയിലെ കക്ഷി വഴക്കും കോടതി വ്യവഹാരവും. ഇനിയാണ് ഈ മർത്തോമാ സഭ വേറിട്ട് പോയതിനു ശേഷമാണ് കേരളത്തിലെ ഈ ഓർത്തഡോക്സ് സഭയിൽ അടുത്ത പ്രശ്നം ഉടലെടുത്തതിന്റെ സംഭവം ഞാൻ നക്ഷൽ ഒരു വാചകത്തിൽ പറഞ്ഞിട്ട് ഇത് വായിക്കാം. അതായത് ഇങ്ങനെ
ഈ പാർത്തരാക്കീസ് വന്നു. പാർത്തരാക്കീസ് വന്ന് ഇവിടെയുള്ള മെത്രാനെ അഭിഷേകം ചെയ്തു. കുറെ കാലം കഴിഞ്ഞപ്പോൾ വല്ലപ്പോഴും ഒക്കെ അന്ത്യോക്യൻ പാർത്തരാക്കീസ് കേരളത്തിൽ വരും. ഒരു പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? എന്നും കോട്ടയത്ത് താമസിക്കുന്ന അയാള് അന്നേ ദിവസം ഒരു പ്രാവശ്യം എവിടെ താമസിച്ചെന്നറിയാമോ? പരിമല പള്ളി വന്ന് താമസിച്ചു. പരിമല പള്ളി വന്ന് അദ്ദേഹം താമസിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ അദ്ദേഹം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ പരിമല പള്ളിയിലെ വഞ്ചി പൊട്ടിക്കുന്നത് കണ്ട്. വഞ്ചി പൊട്ടിച്ചിട്ട് വഞ്ചിയിൽ നിന്ന് കൊട്ടക്കണക്കിന് പണം ചുമന്നുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ ഈ അന്ത്യോക്യൻ പാർത്തരാക്കീസ് പറഞ്ഞു, കേരളത്തിലെ മലങ്കര ക്രിസ്തീയ സഭകൾ അന്ത്യോക്യയുടെ കീഴിലുള്ള യാക്കോബ സഭയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പണം അന്ത്യോക്യയിൽ ഇപ്പൊ ഒന്നുമില്ല, എല്ലാ മുസ്ലിങ്ങൾ കൈയേറി. അന്ന് 10-22 ഫാമിലീസേ അവിടെ ഉള്ളു, ബാക്കി എല്ലാം പോയി. പേരും പെരുമയും കുപ്പായേ ഉള്ളൂ. അതാണ് ഈ ഈസ്റ്റേൺ ചർച്ചിൽ പ്രത്യേകിച്ച് അന്ത്യോക്യൻ പാർത്തരാക്കീസ്മാരുടെ ഗതികേട്. അങ്ങനെ ഈ പണത്തിൽ ഒരു വീതം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ ഓർത്തഡോക്സ് സഭയിൽ അല്ലെങ്കിൽ യാക്കോബായ സഭയിലെ പ്രസിദ്ധനായിരുന്ന ഒരു തിരുമേനി ഉണ്ടായിരുന്നു, വട്ടിശ്ശേരി തിരുമേനി. അദ്ദേഹം പറഞ്ഞു, ഇതിൽ നിന്നൊരു ചില്ലിക്കാശ് അന്ത്യോക്യൻ പാർത്തരാക്കീസിന് തരത്തില്ലെന്ന്. അങ്ങനെ വടക്കായി വടക്കോട്ട് പോയി. കത്തോലിക്കസിൽ വഴക്കായിട്ട് അവസാനം വടക്കോട്ട് പോയപ്പോൾ ഈ വട്ടിശ്ശേരി തിരുമേനിയെ മനോരമക്കാർ സപ്പോർട്ട് ചെയ്തു. എന്നാൽ മനോരമയ്ക്കെതിരെയുള്ള ഒരു ഫാമിലി എന്ത് ചെയ്യുന്നറിയാമോ? ഈ അന്ത്യോക്യൻ പാർത്തരാക്കീസ് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ കേരളത്തിലെ സഭ പാർത്തരാക്കീസ് വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗമായിട്ട് രണ്ടായി. അവർ കേസായി. 100 ചില്ലാനം വർഷം കൊണ്ട് കേസ് നടത്തുകയാണ്. നരിമാനെ പോലെയുള്ള സുപ്രീം കോടതി ജഡ്ജിമാർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കോടതി ഫീസായി തന്നു. അവസാനം ഏറ്റവും ലേറ്റസ്റ്റ് വിധിയിൽ അന്ത്യോക്യൻ പാർത്തരാക്കീസിനെതിരെ അല്ലെങ്കിൽ ഓർത്തഡോക്സുകാർക്ക് അനുകൂലമായ ഒരു വിധി വന്നു. അങ്ങനെ അവർ ഓരോ പള്ളികളും പിടിച്ചെടുക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം കേരളത്തിലെ പാർത്തരാക്കീസ് ഓർത്തഡോക്സുകാർ തമ്മിലുള്ള അടിയുടെ ചരിത്രം എന്താന്ന്. അങ്ങനെ ആ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ന് ഓരോ സഭകൾ ഓർത്തഡോക്സുകാർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചരിത്രം ആണ് ഞാൻ നക്ഷൽ പറയുന്നത്. ഞാൻ വായിക്കാം. അന്ത്യോക്യൻ പാർത്തരാക്കീസിന് മലങ്കര സഭയുടെ മേൽ അധികാരം നടത്തുന്നതിനോടുള്ള ബന്ധത്തിൽ 1910 മുതൽ കാലങ്ങൾ വീണ്ടുന്ന കോടതി വ്യവഹാരങ്ങൾ എത്തിക്കൊണ്ട് അതിന്റെ പശ്ചാത്തലം ഇങ്ങനാണ്. മോറൻ പീറ്റർ ഇഗ്നേഷ്യസ് മൂന്നാമൻ വാഴിച്ച 6 ബിഷപ്പുമാരിൽ 2 പേർ മരണമടഞ്ഞു. ഒഴിവെന്ന സ്ഥാനത്തേക്ക് ബിഷപ്പുമാരെ വാഴിക്കുന്നതിന് 2 വൈദികരെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവർ പാർത്തരാക്കീസ് മാർ അബ്ദുള്ള രണ്ടാമന്റെ പ്രതിനിധിയായി മാർ ഒസ്താത്യോസിനോടൊപ്പം മാർ ഗിവർഗീസ് ദിവാന്യോസ് എന്നും മാർ കൂർലോസ് എന്നും പേരോടുകൂടി അഭിഷിക്തരായി ഇന്ത്യയിൽ തിരിച്ചെത്തി. 1909 മാർ ദിവാന്യോസ് അഞ്ചാമൻ ദിവംഗതനാകുകയും ആകുമ്പോൾ മലങ്കര സഭ അസോസിയേഷന്റെ ആവശ്യപ്രകാരം ഗിവർഗീസ് മാർ ദിവാന്യോസ് 6ആമൻ മെത്രോപൊലിത്തയായി വാഴിക്കുന്നതിന് പാർത്തരാക്കീസ് അനുവദിച്ചു. എന്നാൽ ഉടനെ പാർത്തരാക്കീസ് ഇന്ത്യയിലേക്ക് വരികയും 1910 കോട്ടയത്ത് വിളിച്ചുകൂട്ടിയ സുന്നോദോസിൽ മലങ്കരയിൽ പാർത്തരാക്കീസിന്റെ അധികാരങ്ങളെ കുറിച്ച് വളരെ തർക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. മെത്രാപ്പൊലിത്തെ ഇവിടുത്തെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ തലവൻ അനുകൂലിച്ചും പാർത്തരാക്കീസിനെ അനുകൂലിച്ചും ആളുകൾ സംഘടിച്ചു. വട്ടിശ്ശേരി മാർ ദിവാന്യോസ് അതാ ഞാൻ വട്ടശ്ശേരി മേനി എന്ന് പറഞ്ഞു. വട്ടിശ്ശേരി മാർ ദിവാന്യോസ് ആറാമനെ കൽപ്പന മുടക്കുകയും മാർ കൂർലോസിന്റെ ആസ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തിട്ട് പാർത്തരാക്കീസ് മടങ്ങിപ്പോയി. കൂർലോസും ദിവാന്യോസും മെത്രാനും സ്ഥാനത്തിന് അവകാശം ഉന്നയിച്ചു. ദിവാന്യോസിനെ അനുഭവിച്ചവർ മെത്രാൻ കക്ഷിക്കാരെന്നും പാർത്തരാക്കീസിനെ അനുകൂലിച്ചവർ ബാബാ കക്ഷിക്കാരെന്നും ഇങ്ങനെ അറിയപ്പെടുന്നത്. അങ്ങനെ മെത്രാൻ കക്ഷിയും വാബാ കക്ഷിയും 2 കൂട്ടരുണ്ടായി. ഇങ്ങനെയുള്ള തർക്കം നിലവിലിരിക്കുമ്പോൾ മാർ അബ്ദുള്ളയുടെ മുൻഗാമിയും മാർ ഇഗ്നേഷ്യസ് മുനാവിന്റെ പിൻഗാമിയും രാഷ്ട്രീയകാരങ്ങളാൽ അധികാരഭ്രഷ്ടരാക്കപ്പെടുകയും ചെയ്ത അബ്ദുൽ മഷിഹ എന്ന പാർത്തരാക്കീസ് 1912 കേരളത്തിലെത്തി കാത്തോലിക്കോസ് എന്ന ഒരു സ്ഥാപനം സൃഷ്ടിക്കുകയും പൗരസ്ത്യ കാത്തോലിക്കസിനെ വാഴിക്കുകയും ചെയ്തു. മോറോൻ ബാർ ബെസേലിയോസ് എന്ന പേരോടുകൂടി കത്തോലിക്കസമായി ആദ്യമായി വാഴിക്കപ്പെട്ടത് 36 വർഷങ്ങൾക്ക് മുമ്പ് മോറോൻ മാർ പീറ്റർ ഇഗ്നോഷ്യസിനാൽ മെത്രാനായി വാഴിക്കപ്പെട്ട ദിവാന്യോസിനെ ആയിരുന്നു. 1934 ദിവാന്യോസ് 6ആമന്റെ മരണശേഷം കാത്തോലിക്കസിന്റെയും മലങ്കര മെത്രാപ്പൊലീത്തയുടെയും സ്ഥാനം ഒരാൾ തന്നെ വഹിക്കുന്ന പതിവുണ്ടായി. പ്രസ്തുത വർഷം തന്നെ ഭരണഘടന എഴുതി ഉണ്ടാക്കുകയും ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ഓഫ് മലബാർ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന നാമം സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ ഓർത്തഡോക്സ് സ്വഭാവം ഉണ്ടായത്. അതൊരു യാക്കോബ എന്നറിയപ്പെട്ടത്. ഓർത്തഡോക്സ് സുറിയാനി സഭ കത്തോലിക്കോസിനെ സഭയുടെ അധിപനായി കണ്ടു. അവരെയാണ് കോട്ടയം കത്തോലിക്കസ്. വിധേയത്വം പുലർത്തുമ്പോൾ മറ്റേ വിവാഹം, അതായത് പാർത്തരാക്കീസ് വിഭാഗം അന്ത്യോക്യൻ പാർത്തരാക്കീസിനെ സഭയുടെ തലവനായി അംഗീകരിക്കുകയും വിധേയത്വം പുലർത്തുകയും ചെയ്തു പോരുന്നു.
തുടർന്ന് പോരുന്ന വിവിധ കേസുകളിൽ പാർത്രാക്കീസ് പക്ഷത്തിന് കാതോലിക്ക പക്ഷത്തിന് അനുകൂലവും പ്രതികൂലമായ വിധികൾ ഉണ്ടായിട്ടുണ്ട്. 1944 കോട്ടയം ജില്ലാ കോടതി കത്തോലിക്ക സ്ഥാനത്തെ അംഗീകരിച്ച് തീർപ്പ് ഏൽപ്പിച്ചെങ്കിലും 1947 പാർത്രാക്കീസ് അനുകൂലമായി ഹൈക്കോടതി വിധി ഉണ്ടായി. 1958 സുപ്രീം കോടതി വിധി കത്തോലിക്ക പക്ഷത്തിനായിരുന്നു. തുടർന്ന് 1958 സഭകൾ യോജിപ്പിലെത്തിയെങ്കിലും അധികം താമസിക്കാതെ വീണ്ടും ഭിന്നത സംജാതമായി. 1995 സുപ്രീം കോടതി വിധി പ്രകാരം, ഇവിടെയാണ് പ്രശ്നം, ഇന്നും പള്ളികൾ പിടിച്ചെടുക്കുന്നതിന്റെ കാരണം അതാണ്. 1995 സുപ്രീം കോടതി വിധി പ്രകാരം 1934 ഭരണഘടന അംഗീകരിച്ച് വിധേയത്വം പ്രഖ്യാപിക്കേണ്ടതിന് കോടതി അനുശാസിക്കുന്നു. കൂടാതെ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തി ഭരണം നിർവഹിക്കുകയും സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും കൂടിയാലോചനകളും ചർച്ചകളും തുടർന്നിരിക്കുകയും ചെയ്യുന്നു. ഭിന്നതയും അനൈക്യവും സഭയെ അതിന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ചു, വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സംശയമില്ല. സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കക്ഷി വഴക്കുകൾ ഇതര പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളിലേക്ക് ആളുകൾ ഓർത്തഡോക്സ് സഭയിൽ നിന്നും പാർത്രാക്കീസ് സഭയിൽ നിന്നും അനേകർ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്കും പെന്തക്കോസ്ത് സമൂഹങ്ങളിലേക്കും വരാൻ കാരണം ഈ കക്ഷി വഴക്കുകളാണ്. അത് തന്നെ മാർ ഇവാനിയോസ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു ഡയസിസ് മുഴുവൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചുപോയി. തിരുവനന്തപുരം ഭാഗം കേന്ദ്രമായിട്ടുള്ള മാർ ഇവാനിയോസ് കോളേജും ആ തിരുമേനിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ നാനാ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളുണ്ട്. 19-20 നൂറ്റാണ്ടിലെ സുറിയാനിസ് അതിലെ ചരിത്രം പരിശോധിച്ചാൽ മെത്രാൻ സ്ഥാനത്തിനും വട്ടിപ്പണത്തിനും മത്സരിച്ചുകൊണ്ട് ധാരാളം സമയവും പണവും ചെലവഴിച്ചു കളഞ്ഞ അതിദാരുണമായ അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1653 ഭൂരിഭാഗം ആളുകളും റോമാമതം വിട്ട് മർത്തോമാ ഒന്നാമന്റെ കീഴിൽ അണിനിരുന്നെങ്കിലും കർമ്മലിത്തക്കാരുടെ തുടർന്നുള്ള അച്ഛന്മാർ വർത്തനപരമായി ഒരു വലിയ പങ്കാളുകൾ കത്തോലിക്ക സഭയിലേക്ക് തിരികെ പോയി. സീറോ മലബാർ റീത്തും കത്തോലിക്ക സഭയിൽ സീറോ മലബാർ റീത്തും ആരാധനക്രമം സുറിയാനിൽ അനുവദിച്ചത് ധാരാളം സുറിയാനി ക്രിസ്ത്യാനികൾ റോമാമതം പോകുന്നതിന് കാരണമായിട്ടുണ്ട്. ക്രൈസ്തവരുടെ ഇടയിൽ ഉള്ള മറ്റ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ് ക്രൈസ്തവരുടെ ഇടയിലുള്ള മറ്റൊരു ക്രിസ്ത്യ വിഭാഗമാണ് ത്രിസ്തിരാശാരമായി പ്രവർത്തിക്കുന്ന കൽദയ സുറിയാനി സഭ. 1952 സിറിയയിൽ നിന്ന് മർത്തോമ മാർ പൗലോസ്, മാർ അഫ്രീം എന്നീ മെത്രാന്മാർ കേരള ക്രൈസ്തവർക്ക് മാത്രമല്ല ആഗോള ക്രൈസ്തവർക്കിടയിൽ തന്നെ കേൾവി കേട്ടവർ. നിങ്ങൾക്കറിയാം, മാർ പൗലോസ് തൃശൂർ രൂപതാധ്യക്ഷനായിരുന്നു. അദ്ദേഹം വലിയൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ലിബറലിസ്റ്റ് ആയിരുന്നു. മലബാറിലുള്ള മറ്റൊരു സ്വഭാവമാണ് മലബാർ സുറിയാനി സ്വതന്ത്ര സുറിയാനി സഭ. മർത്തോമ ആറാമൻ മെത്രാപ്പൊലീത്തയെ മാർ ഗവാനിയോസ് ഒന്നാമൻ മെത്രാപ്പൊലീത്തയെ അഭിഷേകം ചെയ്ത മാർ ഗ്രിഗോറിയസ് തന്നെയാണ് തൊഴിയൂരിലുള്ള മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപകനായ കാട്ടുമങ്ങാട്ട് കുര്യനെയും മാർ കൂർലോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയെ വാഴിച്ചത്. മർത്തോമാ സഭയുടെ പല മെത്രാന്മാരെയും വാഴിക്കുന്നതിന് ഈ മെത്രാൻ വഹിച്ച പങ്ക് വളരെ വിലപ്പെട്ടതാണ്. പിൽക്കാലത്ത് മർത്തോമാ സഭയുടെ പല മെത്രാന്മാരെയും വാഴിക്കുന്നതിന് നിങ്ങൾക്കറിയാമോ, മലബാറിലെ സ്വതന്ത്ര സുറിയാനി സഭ അവർ ഇത്തിരി കൂടി ലിബറലാണ്. അവരുടെ കൈവപ്പാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഇനി എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് കൊണ്ട് നിർത്താമെന്ന് തോന്നുന്നു. അടുത്തൊരു ക്ലാസ് കൂടെ കൊണ്ട് നിർത്തിയാൽ പോരായോ? എന്താ പറയുന്നു? ഞാനിത് വായിച്ചു വിടുകയായിരുന്നു. കാരണം ചരിത്രമാണ്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 5 മുതൽ 7 വരെ ക്ലാസ് എന്ന് പറഞ്ഞെങ്കിലും ഇനി ഒരു ക്ലാസ് കൊണ്ട് തീരാനുള്ള മെറ്റീരിയലേ ഉള്ളൂ. അടുത്തൊരു ക്ലാസ് കൊണ്ട് തീർത്താ പോരായോ? ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ വായിച്ചു വിട്ടെങ്കിലും കുറെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അത് 2 പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നട്ഷൽ ഇങ്ങനെ ഒന്ന് പറയാം. നട്ഷൽ ചുരുക്കത്തിൽ ഞാൻ ഈ പറയുന്ന വളരെ ശാന്തമായി പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കേരളത്തിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രം, ഇന്ത്യയിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രം രസകരമാണ്. തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു, അല്ലെന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്നാലും 1600-കളിൽ 1500-കളിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുമ്പോൾ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ സ്വതന്ത്രരായിരുന്നു. അത് മലബാരി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നു. ഈ പോർച്ചുഗീസുകാർ അവരുടെ പ്രവർത്തന ഫലമായി ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ പോപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി. അങ്ങനെ പോപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയെങ്കിലും അത് കുറെ പേര് എന്ത് ചെയ്തു? അത് അംഗീകരിച്ചില്ല. കുറെ പേര് പോപ്പിന്റെ ഇത് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചു പോയെങ്കിലും ബാക്കി കുറെ പേര് എന്ത് ചെയ്തില്ല? പോപ്പ് തലവനായിട്ടുള്ള സംവിധാനം അംഗീകരിച്ചില്ല. അവരാണ് ഉദയംപുരു കൂനൻ കുരിശ് എന്ന് പറയുന്ന കുരിശിൽ ആലാത്ത് കിട്ടി, ഞങ്ങൾ ഇവിടുത്തുകാരാണ്, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുകുട്ടി വരാനത്തെ കാലത്തോളം ഞങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞ് അവർ ഉടമ്പടി ചെയ്തത്. പക്ഷേ കാലം കുറെ കഴിഞ്ഞപ്പം ആ കൂട്ടത്തിലുള്ള
കുറെ പേര് എന്ത് ചെയ്ത് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചുപോയി. എന്നാലും കേരളത്തിലെ മലങ്കര ക്രിസ്ത്യ സമൂഹം ഒരു സമൂഹമായി നിലനിന്നു. കാലം കുറെ കഴിഞ്ഞപ്പോ വിദേശത്ത് നിന്ന് മിഷണറിമാർ, അല്ലെങ്കിൽ ആദ്യം പോർച്ചുഗീസുകാരുടെ മിഷനറി, റോമക്കാരുടെ മിഷന്മാർ, പോപ്പിന്റെ അല്ലെങ്കിൽ കത്തോലിക്കരുടെ മിഷന്മാർ കേരളത്തിൽ വന്നു, ഇന്ത്യയിൽ വന്നു. അവരുടെ പ്രവർത്തനം തുടരുമ്പോൾ തന്നെ ഏതാണ്ട് 17-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പ്രൊട്ടസ്റ്റന്റ് സ്വഭാവങ്ങളുടെ മിഷന്മാർ ഇന്ത്യയിൽ വരാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞ മുഴുവനാണ്. അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് സ്വഭാവത്തിലുള്ള മിഷന്മാർ ഇന്ത്യ വന്നു. ഭയങ്കര സുവിശേഷ പ്രവർത്തനം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യയൊക്കെ ഭരിക്കുന്ന കാലമായിരുന്നു. അതിന്റെ ഫലമായി ഭയങ്കര ഉണർവുണ്ടായി. ആ കാലത്ത് തന്നെ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇങ്ങനെ മിഷന്മാർ വരുമ്പോൾ അവർ ഇവിടെയുള്ള ക്രിസ്തീയ സമൂഹങ്ങളെ നവീകരിക്കാൻ ശ്രമിച്ചു. കാരണം അമ്മയോടുള്ള പ്രാർത്ഥന, വിഗ്രഹങ്ങളെ വന്ദനം, മരിച്ചവർക്കുള്ള പ്രാർത്ഥന എല്ലാം ഇവിടുത്തെ ഓർത്തഡോക്സ് സമൂഹങ്ങളിൽ നിലനിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തനം തുടങ്ങി. നമ്മൾ നേരത്തെ കണ്ടതുപോലെ. എന്നാൽ ആ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഇവിടുത്തെ മെത്രാൻ എന്ത് ചെയ്തു? നിഷേധിച്ചു. കാരണം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ പിണങ്ങി. ഒടുവിൽ മിഷന്മാരെ മറ്റുള്ള ഹിന്ദുക്കളിലേക്കും ജാതികളിലേക്കും സുവിശേഷ പ്രവർത്തനം തുടങ്ങും. എന്നാൽ ഈ മിഷന്മാരുടെ പ്രവർത്തനപരമായി ഇവിടെ ഉണ്ടായിരുന്ന ഓർത്തഡോക്സ് അല്ലെങ്കിൽ പത്രാക്സ് എന്നറിയപ്പെടുന്ന ആ സമൂഹത്തിൽ, അല്ലെങ്കിൽ യാക്കോബായ എന്ന് പറയുന്ന സമൂഹത്തിൽ ഉണ്ടായ ഉണർവിന്റെ ജ്വാല ഏറ്റെടുത്ത മാർ അത്തനേഷ്യസും അബ്രഹാം വൽപ്പാനും, അവർ രണ്ടുപേരോട് എന്ത് ചെയ്തു? അവർ രണ്ടുപേരും കൂടെ ഈ സുവിശേഷ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോ ആ സുവിശേഷ പ്രവർത്തനത്തിന്റെ അതിന്റെ പരമകാഷ്ഠയിൽ എന്ത് പറ്റിയും ചോദിച്ചാൽ കേസായി, വഴക്കായി. ആ വഴക്കിന്റെ ഫലമായി കോടതി വ്യവഹാരം വന്നപ്പോൾ അബ്രഹാം വൽപ്പാനും അദ്ദേഹത്തിന്റെ ചേരക്കാരൻ പിന്നീട് ബിഷപ്പായി തീർന്ന അത്തനേഷ്യസും സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. വസ്തുവകകൾ മുഴുവൻ ഇവിടുത്തെ പാരമ്പര്യ ഓർത്തഡോക്സുകാരുടെ വകയായി, അല്ലെങ്കിൽ യാക്കോബക്കാരന്റെ വകയായി. എന്നിട്ട് എന്നാ സംഭവിച്ചതേ ഉള്ളൂ. അവർക്കൊന്നുമില്ലാത്തവരായി അവരങ്ങ് വടക്കോട്ട് പോയി ചെങ്ങന്നൂരിനും തിരുവല്ലയ്ക്ക് അടുക്കുള്ള കല്ലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവരൊന്ന് അവിടെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആരാധിച്ച് അവർ വീണ്ടും വടക്കോട്ട് പോയി മാരാമൻ ചെന്ന് ശക്തിപ്പെട്ടു. അവർ വസ്തുക്കൾ വാങ്ങി, സഭാസ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയാണ് ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്ക് വരുമ്പോഴേക്കും മർത്തോമ സഭ ഒരു ശക്തമായ സമൂഹമായി. 18-ാം നൂറ്റാണ്ട് തുടക്കം മുതൽ, അതായത് 1800 മുതൽ മർത്തോമ സഭ ശക്തമായ 1900 മുതൽ, അല്ലെങ്കിൽ 1900 മുതൽ മർത്തോമ സഭ ശക്തമായ ഒരു സമൂഹമായി മാറുവാനിടയായിത്തീർന്നു. എന്നാൽ പിന്നെയും ഓർത്തഡോക്സുകാരും അല്ലെങ്കിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ അവർക്കകത്ത് തന്നെ പ്രശ്നമുണ്ടായി. ഈ പ്രശ്നമുണ്ടാകുന്നതിന്റെ കാരണം കൈവപ്പായിരുന്നു. അന്ത്യോക്യൻ പാർത്രാക്സിന്റെ കൈവപ്പാണ് അവർക്കുള്ളതെന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അതിനിടയിലാണ് മുമ്പേ ഞാൻ പറഞ്ഞതായ ഈ കേസുണ്ടായത്. അങ്ങനെ വീണ്ടും കേരളത്തിലെ മലങ്കര ക്രിസ്ത്യ സമൂഹത്തിൽ ഒരു വലിയ വിളർപ്പുണ്ടായപ്പോൾ ഒരു കൂട്ടർ ഇവിടെ ഒരു മെത്രാനെ വാഴിക്കുകയും അവരൊരു ഭരണഘടന ഉണ്ടാക്കുകയും അവര് നിയമസംഹിത ഉണ്ടാക്കുകയും സ്വതന്ത്ര ഇന്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞ് അവർ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് ഓർത്തഡോക്സ് വിഭാഗം ഉണ്ടായത്. ആ ഓർത്തഡോക്സ് വിഭാഗക്കാരും അതിനെ എതിർത്ത് നിന്ന മറ്റേ ഗ്രൂപ്പുകാർ പാർത്രാക്കീസ്, കാരണം അന്ത്യോക്യൻ പാർത്രാക്കീസ് ആണ് ഞങ്ങളുടെ തലവൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അവർ തമ്മിലുള്ള കോടതി വ്യവഹാരങ്ങൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചുരുക്കത്തിൽ കേരളത്തിന്റെ സഭാചരിത്രം ഇതാണ്. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ സഭ എന്ന് പറയുന്നത് സെന്റ് തോമസ് ക്രിസ്ത്യൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് കത്തോലിക്കരുകയാണ്. കത്തോലിക്കർക്ക് 3 റീത്തുകളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1 റോമൻ കത്തോലിക്ക സഭയുടെ, 2 മലങ്കര കത്തോലിക്ക സഭ, 3 ലത്തീൻ കത്തോലിക്ക സഭ. ലത്തീൻ കത്തോലിക്ക സഭയുടെ ആരം കുറിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞ സെന്റ് സേവിയസ് എന്ന് പറയുന്ന ആളാണ്. അയാൾ ഗോവയിൽ വന്നിട്ട് കേരള തീരം വരെ, മലബാർ തീരം മുഴുവൻ സുവിശേഷ പ്രവർത്തനം നടത്തി. അങ്ങനെ ഉണ്ടായ കത്തോലിക്ക വിഭാഗമാണ് ലത്തീൻ സ്വഭാവം. മാറിവാനിസിന്റെ നേതൃത്വത്തിൽ 1930-കളിൽ, കൃത്യമായിട്ട് 35-ഓ 37-ഓ മറ്റാണെന്ന് എൻ്റെ ഓർമ്മ, 35-ലോ 37-ലോ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിപ്പോയ വിഭാഗത്തെയാണ് മലങ്കര കത്തോലിക്കർ എന്ന് വിളിക്കുന്നത്, റീത്തുകാരെന്ന് നമ്മൾ വിളിക്കുന്നത്. എന്നാൽ പാരമ്പര്യമായി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കത്തോലിക്കരാണ് സീറോ മലബാർ അല്ലെങ്കിൽ റോമൻ കത്തോലിക്കർ എന്ന് വിളിക്കുന്നത്. അതുകൂടാതെ ഇവിടുത്തെ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് 2 വിഭാഗങ്ങളായി. അതായത് ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പും പാർത്രാക്കീസ് എന്ന് പറയുന്ന കേരളത്തിലെ ക്രിസ്ത്യ സമൂഹം 2ആയി നിൽക്കുന്നു. അതുകൂടാതെ തന്നെ ആ സമൂഹത്തിൽ നിന്ന് ഉണർവ് പ്രാപിച്ച് പുറത്തു വന്നവരാണ് ആര്? മർത്തോമക്കാര്. അതിലുപരി മർത്തോമക്കാർ വരിക കൂടാതെ ഇവിടെ മിഷന്മാർ വന്ന് പ്രവർത്തിച്ചു. അതായത് യൂറോപ്പിൽ നിന്ന് വന്ന മിഷന്മാർ LMS, CMS, SPG മുതലായ സൊസൈറ്റി, ബാസൽ മിഷൻ, അത് ബാപ്റ്റിസ്റ്റ് മിഷൻ, ഇതുപോലുള്ള മിഷന്മാർ വന്ന് പ്രവർത്തനമായി ഇവിടെ അനേക ചർച്ചുകളുണ്ടായി, അനേക സഭകളുണ്ടായി. ഒരു തരത്തിൽ ആംഗ്ലിക്കൻ വിധേയത്വം പുലർത്തുന്ന സഭകളായിരുന്നു. എന്നാൽ 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാ വിദേശ മിഷന്മാരും ഇവിടുന്ന് എന്ത് ചെയ്തു? മടങ്ങി
പോകേണ്ടത്. വെള്ളക്കാരെല്ലാം തിരിച്ചുപോയി. വെള്ളക്കാർ തിരിച്ചു പോയപ്പോൾ വെള്ളക്കാർ ഇട്ടിട്ട് പോയ മിഷൻ സ്റ്റേഷൻസും മിഷൻ സഭകളും എല്ലാം കൂടെ അവർ കൗൺസിൽ കൂടി. അവർ തീരുമാനിച്ചു നമുക്ക് ഒന്നിച്ചൊരു സഭയായിട്ട് നിൽക്കാമെന്ന്. അങ്ങനെ തെക്കൻ ഇന്ത്യയിലുള്ള ഈ മിഷന്മാർ സഭകളെല്ലാം കൂടെ ചേർന്ന് CSI എന്ന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിൽ സഭയുണ്ടാക്കി. എന്നിട്ട് വടക്കേ ഇന്ത്യയിലുള്ളവരെല്ലാം ബാപ്റ്റിസ്റ്റ് മിഷൻകാർ ഉൾപ്പെടെയുള്ള സഭാസമൂഹങ്ങൾ ചേർന്ന് CNI എന്ന പേരിൽ എന്തുണ്ടാക്കി? സഭയുണ്ടാക്കി. ഇതാണ് കേരളത്തിലെ പട്ടത്ത സഭകളുടെ ചരിത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ചോദിക്കാനില്ല? ആർക്കൊന്നും പറയാനില്ല? നോട്ട് സാറ് തരുമോ? എന്റെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ വേണമെങ്കിൽ ഞാൻ സ്കാൻ ചെയ്ത് അയച്ചാൽ നിങ്ങൾക്ക് വായിച്ചാൽ ഇത്ര മനസ്സിലാവും. അല്ലെങ്കിൽ ചരിത്രമായതുകൊണ്ട് അതിന്റെ സീക്വൻഷ്യൽ ഓർഡർ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ നോക്കട്ടെ, എന്റെ കയ്യിൽ ഇച്ചിരി മെറ്റീരിയൽ ഉണ്ട്. ഞാനത് എങ്ങനെ സ്കാൻ ചെയ്ത് അയക്കാമെന്ന് ഞാൻ ബിനുസാറിനോട് ചോദിക്കാം. ബിനുസാറിന് ഒരാളുണ്ട്, അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്കാൻ ചെയ്യിച്ച് നിങ്ങൾക്ക് അയച്ചു തരാൻ ശ്രമിക്കാം. എന്താ പറയുന്നു? അത് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഒന്ന് വായിക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ഞാൻ ഇന്ന് തന്നെ ബിനുസാറിനോട്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറ് മർത്തോമാക്കാര് പറയുന്നത് തോമസ് ലീഹ സ്ഥാപിച്ചതാണ് അവരുടെ സഭയെന്നാണ് അവർ. ഈ ചരിത്രം അങ്ങോട്ട് അവരോട് ചോദിക്കണം. നിങ്ങളുടെ ചരിത്രം അവിടെയാണ്. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, ഓർത്തഡോക്സ്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന മലങ്കര ക്രിസ്തീയ സമൂഹത്തിന്റെ ഇടയിൽ യൂറോപ്പിൽ നിന്ന് വന്ന മിഷണറിമാരുടെ പ്രവർത്തന ഫലമായി വലിയ ഉണർവുണ്ടായി. ആ ഉണർവുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ ഈ മർത്തോമ അഞ്ചാമനോ ആറാമനോ അയാളുടെ കാലം വന്നപ്പോൾ, അന്ന് ഈ ഓർത്തഡോക്സ് സഭയുടെ തലവനായിരിക്കുന്ന മർത്തോമ ഈ പുരോഹിതൻ മർത്തോമ 1, 2, 3, 4 ഞാനിപ്പോ പറഞ്ഞില്ലേ. എനിക്ക് തോന്നുന്നു 5, 6 അയാളുടെ കാലത്ത് എന്ത് ചെയ്തു? മിഷന്മാരുടെ പ്രവർത്തനത്തെ വിലക്കി. വിദേശത്ത് വന്ന മിഷന്മാർ ഓർത്തഡോക്സ് വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്തീയ സഭകളിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വിലക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അമ്മയോടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ശ്രാദ്ധം, പെരുന്നാളുകൾ, അതുപോലെ തന്നെ മരിച്ചവരോടുള്ള പ്രാർത്ഥന, ഇത്തരത്തിലുള്ള ദൈവവചനത്തിന് വിരുദ്ധമായ ആ കാര്യങ്ങൾ തെറ്റാണെന്ന് യൂറോപ്പിൽ നിന്ന് മിഷണറിമാർ എന്ത് ചെയ്തു? ഇവരെ നിർബന്ധിച്ചു പറഞ്ഞു. അത് മാത്രമല്ല, ഇവരുടെ കുർബാന പുസ്തകം സുറിയാനി ഭാഷയിൽ നിന്നുള്ളത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ഇങ്ങനെ സാധാരണക്കാർക്ക് കുറെ കാര്യം സുറിയാനിൽ എഴുതിയേക്കുന്നതിന്റെ കുറെ കാര്യം ജനത്തിന് അറിയുന്നില്ല. തർജ്ജമ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, മാർട്ടിൻ ലൂതർ കാലത്ത് ജർമ്മൻ ഭാഷയിലേക്ക് വേദപുസ്തകം തർജ്ജമ ചെയ്തപ്പോഴാ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഈ കത്തോലിക്ക പുരോഹിതന്മാരെല്ലാം നമ്മളോട് കള്ളത്തരമാണല്ലോ പറഞ്ഞെന്ന് മനസ്സിലായത്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇവിടെ വടക്കൻ ഗുസ്തി ആയപ്പോൾ ഈ അത്തനേഷ്യസിനെയും അയാളുടെ ചേരക്കാരൻ തിരുമേനിയായി പട്ടം കിട്ടിയ എബ്രഹാം അൽപ്പാനെയും അയാളുടെ ശേഷക്കാരൻ തിരുമേനിയായി പട്ടം കിട്ടിയ അത്തനേഷ്യസിനെയും അന്നത്തെ മർത്തോമ പെത്രോപൊലിത്ത സഭയിൽ നിന്ന് മുടക്കി. അത് കേസായി, കോടതി വ്യവഹാരമായി. ആ കോടതി വ്യവഹാരം മൂത്ത് കോടതി വിധി ആർക്ക് അനുകൂലമായി? ഇവിടുത്തെ ഓർത്തഡോക്സ് അല്ലെങ്കിൽ യാക്കോബായ വിഭാഗങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു. അവസാനം ഒന്നുമില്ലാത്തവരായി 1800 മധ്യഭാഗത്ത് ഇവരെന്ത് ചെയ്യേണ്ടി വന്നു? ഒന്നുമില്ലാത്തവരായി ഇറങ്ങിപ്പോകേണ്ടി വന്നു. അങ്ങനെ ഇറങ്ങിപ്പോയവര് പിന്നെ കട്ടിടങ്ങളും സഭകളും സ്ഥാപിച്ച് അവരുണ്ടാക്കിയ സഭയാണ് ഏത് സഭ? മർത്തോമ സഭയ്ക്ക് ഒരു 160 വർഷത്തെ പഴക്കമേ ഉള്ളൂ. പെന്തക്കോസ്ത് സഭയ്ക്ക് 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. 1905 മുതൽ കൂട്ടിയാൽ 120 വർഷത്തെ, അതിനേക്കാൾ ഒരു 30-40 വർഷത്തെ കൂടുതൽ പഴക്കമേ ഉള്ള ആർക്ക്? മർത്തോമ സഭയ്ക്ക്. അവരോട് ആരെങ്കിലും ഞങ്ങൾ ഇവിടെ മഴയെ മർത്തോമ സെന്റ് തോമസിന് ആ പാരമ്പര്യം പറയും. അതെന്ന് പറഞ്ഞാൽ അവരോട് പറയണം, മർത്തോമ സഭ ഉണ്ടായിട്ട് എത്ര വർഷമായി? ആരാണ് മർത്തോമ സഭ ഉണ്ടാക്കിയത്? ആരാണ് എബ്രഹാം അൽപ്പൻ? ആരാണ് മാർ അത്തനേഷ്യസ്? ഈ 2-3 ചോദ്യം ചോദിച്ചാൽ അവർ എന്നെ കറങ്ങിപ്പോകും. എന്താണ് വട്ടിപ്പണക്കേസ്? ഇത്രയൊക്കെ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? എങ്കിൽ നമുക്ക് അവസാനിക്കാം. അപ്പൊ ഈ പേജ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അടുത്ത ഇനി പുനരൈക്യ പ്രസ്ഥാനങ്ങൾ. ഇനി നമ്മുടെ പേജ് കൂടെ ഒന്ന് പറഞ്ഞേക്കാം.
ഇനി ഒരു 10 പേജ് കൂടെ ഉള്ളു, അടുത്തൊരു ക്ലാസ് കൊണ്ട് തീരും. പുനരൈക്യ പ്രസ്ഥാനങ്ങളും പെന്തക്കോസ്റ്റ് മൂവ്മെന്റ്, ഇത് രണ്ടേ ഉള്ളു. പേജ് നമ്പർ 21. എന്താ? പേജ് നമ്പർ 21, പുനരൈക്യ പ്രസ്ഥാനങ്ങൾ, അധ്യായം 5. അധ്യായം 5 അതാണ് ഇനി പഠിപ്പിക്കാനുള്ളത്. ഓക്കെ, ഇത് അവസാനത്തിലേക്ക് വരുമ്പോഴത്തേന് പെന്തക്കോസ്റ്റ് പ്രസ്ഥാനങ്ങളും വരും. അതിന്റെ ആപ്റ്റോടെ ഉള്ളൂ. ഓക്കെ, വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് അസൈൻമെന്റ് ഒന്നും നിങ്ങൾക്കില്ലല്ലോ. ഓക്കെ, ശരി, എന്നാ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരിക്കലും തിരുമേനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. രാത്രി വേളയ്ക്കായി സ്തോത്രം. നൽകുന്ന എല്ലാ അവസരത്തിനും നന്ദി പറയുന്നു. ഞങ്ങളുടെ ചരിത്രം എന്തെന്ന് പഠിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപയ്ക്കായി സ്തോത്രം. സുവിശേഷം മൂലം ഞങ്ങളെയും സന്ധിച്ചല്ലോ. ഈ സത്യവചനം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപയ്ക്കായി സ്തോത്രം. ഇന്ത്യയിൽ സുവിശേഷം എത്തിക്കുവാൻ, വേദപുസ്തകം ഞങ്ങളുടെ ഭാഷയിൽ എത്തിച്ചേരുവാൻ ഇതിനുവേണ്ടി അധ്വാനിച്ച, പ്രയത്നം ചെയ്ത അനേക ദൈവഭക്തന്മാരുടെ പേരുകൾ ഞങ്ങൾ കേട്ടല്ലോ. കർത്താവേ, ആ പേരുകൾ കർത്താവെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വില്യം കേരി, വില്യം വാർഡ് മുതലായവരുടെ പ്രവർത്തനങ്ങൾ, അലക്സാണ്ടർ ഡഫ് മുതലായവരുടെ പ്രവർത്തനങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നതാണ്. ഇന്ത്യയിൽ താമസിച്ച്, ഇന്ത്യയിലെ ഭാഷ പഠിച്ച്, ഇന്ത്യൻ ഭാഷയിലേക്ക് വേദപുസ്തകം തർജ്ജമ ചെയ്ത് കഷ്ടപ്പെട്ട് സുവിശേഷം ചെയ്ത ആ മിഷന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. മിഷന്മാരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ നാളുകളിൽ തീഷ്ണതയോടെ കർത്താവിന്റെ നാമത്തിനുവേണ്ടി നിൽക്കുവാൻ, അനേകരുടെ വിടുതലിന് ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങൾ ഈ സഭാ ചരിത്രം പഠിക്കുന്ന നിമിത്തം ഞങ്ങൾ ഇന്ന് നിലയിൽ അനുഭവിക്കുന്ന എല്ലാ സ്വഭാവങ്ങളും അനുഭവിക്കുവാൻ വില കൊടുത്ത ഒരു കൂട്ടരുണ്ടെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. രാത്രി വേള ഞങ്ങളെ ഒന്നിച്ചനുഗ്രഹിക്കും, സമാധാനത്തോടെ ഞങ്ങളെ അയക്കും. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സകല മാനവമഹത്വം കരയറ്റുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഗ്രാജുവേഷന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. വിശേഷ കൃപ അനുഗ്രഹിക്കണമേ. യേശു നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കണമേ, ജീവനുള്ള പിതാവേ. ആമേൻ, ആമേൻ. God bless you. Thank you. Thank you, sir. Thank you.